സംഗമ ഗ്രാമ നാട്യരംഗമിതാ സംഗമ ഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥ സംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 വാർഷിക സമാപന സമ്മേളനമാണ് നടക്കുന്നത്. ആദ്യമായി പുഷ്പാർച്ചന നടത്തുന്നതിന് വേണ്ടി ഡോക്ടർ പിഷാരടി കുടുംബാംഗങ്ങളായിട്ടുള്ള ഡോക്ടർ നാരായണ പിഷാരടി, ശ്രീമതി ജയ നാരായണൻ, ഡോക്ടർ പിഷാരടി ചന്ദ്രൻ, ഡോക്ടർ ദേവി ചന്ദ്രൻ, ഡോക്ടർ കൃഷ്ണ പിഷാരടി, ശ്രീമതി അനിത, ശ്രീ ശ്യാം പിഷാരടി എന്നിവരെ സ്നേഹപൂർവ്വം പുഷ്പാർച്ചനയ്ക്ക് ക്ഷണിച്ചു. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവർക്ക് മുദ്രണം ചാർത്തിന് വേണ്ടി ക്ലബിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള അനിയമംഗലശ്ശേരി ക്ഷണിക്കുന്നു. ആദ്യമായി ഡോക്ടർ നാരായണ പിഷാരടി. ശ്രീമതി ജയനാരായണൻ, ഡോക്ടർ പിഷാരടി ചന്ദ്രൻ, ഡോക്ടർ ദേവി ചന്ദ്രൻ, ഡോക്ടർ കൃഷ്ണ പിഷാരടി, ശ്രീമതി അനിത, ശ്രീ ശ്യാം പിഷാരടി. എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്നേഹവും നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ഡോക്ടർ കെ എൻ പിഷാരടി സ്മാരക കഥകളി ക്ലബ്ബ് ഒരു വർഷമായി നടത്തിവരുന്ന സുവർണം എന്ന പരിപാടിയുടെ സമാപന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. നേരത്തെ ഇവിടെ സതീശേട്ടൻ സൂചിപ്പിച്ച പോലെ 100-ൽ പരം വൈവിധ്യമാർന്ന കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടാണ് നമ്മളിത് മുന്നോട്ട് പോന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ 16 ദിവസമായി സംഗമഗ്രാമത്തിൻ്റെ സാംസ്കാരിക തലത്തിലുള്ള വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് നാം ഇതുവരെ ഇവിടെ മുന്നേറിയിട്ടുള്ളത്. ഈ പരിപാടിക്ക് സ്വാഗതം പറയുന്നത് സ്മാരക കഥകളി ക്ലബിൻ്റെ പ്രിയപ്പെട്ട സെക്രട്ടറി രമേശൻ നമ്പീശനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചോളും. വേദിയിലും സദസ്സിലും ഉള്ള
എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും, സഹൃദയർക്കും, ഈ നാട്ടിലെ കലാസ്വാദകർക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ, അഭിവാദ്യങ്ങൾ. 3 വർഷങ്ങൾക്ക് മുമ്പാണ് ക്ലബിൻ്റെ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചിരുന്ന അഡ്വക്കേറ്റ് രാജേഷ് തമ്പാനും ബാലഗംഗാധരൻ തിലകൻ സാറും കൂടി വീട്ടിൽ വരികയും ക്ലബിൻ്റെ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത് 3 വർഷം പ്രവർത്തിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും 3 തലമുറകൾക്ക് മുമ്പ് തുടങ്ങി വെച്ച ഒരു കലാസംഘടന എന്നുള്ള നിലയിൽ ഇവിടുത്തെ ഓരോ ആസ്വാദന സ്പന്ദനങ്ങളിലും ഡോക്ടർ കെ എൻ പിഷാരടി കഥകളി ക്ലബിൻ്റെ കയ്യൊപ്പുണ്ട് എന്നുള്ളതാണ് വ്യക്തിപരമായി എനിക്ക് അനുഭവവേദ്യമായിട്ടുള്ളത്. ഒരു പക്ഷേ എൻ്റെ കലാസ്വാദന ഭാവുകത്വ നിർമ്മിതിയിൽ പോലും ക്ലബിൻ്റെ ഇടപെടലുണ്ട്. അത് ക്ലബിൻ്റെ കഥകളി അരങ്ങുകൾ മാത്രമല്ല, ഒക്ടോബർ 9 ആയാലും മറ്റ് ഓരോ രംഗഭാഷ്യത്തിലായാലും സെമിനാറുകളിലായാലും രംഗാവതരണങ്ങളിലായാലും കഥകളി ക്ലബ്ബ് എന്ന് പറയുന്നത് ഒരു വികാരമായി കുട്ടിക്കാലം മുതലേ വ്യക്തിപരമായിട്ടുണ്ട്. അത് ഇവിടുത്തെ കലാസ്വാദകരിലും എല്ലാവരിലും ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഈ ഒരു 50 ആണ്ട് പൂർത്തീകരിക്കുന്ന ക്ലബിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ഒരു വ്യക്തമായ ഒരു ആശയം അന്ന് ഉണ്ടായിരുന്നില്ല. എന്നാൽ പോകെ പോകെ 2 വർഷത്തെ തുടർച്ചയായ അരങ്ങുകളുടെ സംഘാടനവും അനിയേട്ടനുമായി ചേർന്നുകൊണ്ടും മറ്റ് ക്ലബംഗങ്ങളും എല്ലാം ഒത്തൊരുമിച്ച് നിന്ന് ദിശാബോധത്തോടു കൂടി ക്ലബിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോഴാണ് സുവർണം എന്ന ഒരു ആശയം കമ്മിറ്റി അംഗങ്ങളെല്ലാവരും കൂടി അത് ഗംഭീരമാക്കണം, ഇരിങ്ങാലക്കുടയുടെ സംഗമ ഗ്രാമത്തിൻ്റെ സാംസ്കാരിക ഭൂമിക്ക് തിലകക്കുറിയാകുന്ന രീതിയിൽ എന്നും ഓർത്തു വയ്ക്കുന്ന ഒരു സുവർണ ആയ ഒരു പരിപാടിയായി മാറണം എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതും ഐക്യകണ്ഠേന അത് കമ്മിറ്റി പാസ്സാക്കുകയും ചെയ്തത്. പ്രധാന പ്രതിസന്ധി സാമ്പത്തിക സമാരോഹണം ഒരു വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. ഇത്രയധികം കലാസംഘാടനം നടക്കുന്ന ഈ ഇരിങ്ങാലക്കുടയിൽ സുവർണം പോലുള്ള ഒരു പരിപാടികൾക്ക് വലിയൊരു ദിശാബോധത്തോടു കൂടി മോഹത്തിന്, സ്വപ്നത്തിന് അനുസരിച്ച് നമുക്ക് നിലകെട്ടണമെങ്കിൽ അതിനുള്ള വിഭവം ഇവിടെ ഉണ്ടാകണം. അതിന് സാംസ്കാരിക വകുപ്പുകളോ ഗവൺമെൻറ് സ്ഥാപനങ്ങളോ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നുള്ള സഹായങ്ങളും ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അതിനുവേണ്ടി കഴിഞ്ഞ 3 വർഷവും നിരന്തരമായ പ്രവർത്തനം നടത്തിയിരുന്നു. ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായി കേരള സംഗീത നാടക അക്കാദമിക്ക് വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് ചന്ദ്രേട്ടനും അഗ്നിശർമ്മനും ഒക്കെ ഇരിക്കുമ്പോൾ സമയത്ത് തന്നെ കൃഷ്ണൻകുട്ടിയേട്ടനും അനിയേട്ടനൊക്കെയായി വലിയൊരു പ്രൊജക്റ്റ് അവിടെ സബ്മിറ്റ് ചെയ്യും. ഈ നളചരിതം എന്ന് പറയുന്ന ആശയം കേരള സംഗീത അക്കാദമിക്ക് മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന് വലിയൊരു ചർച്ചയും മിനിറ്റ്സിൽ അതിൽ കുറിച്ചു വയ്ക്കുകയും, എന്നാൽ പോകെ പോകെ ഭരണത്തിൽ വരുന്ന മാറ്റങ്ങളും സാമ്പത്തികമായ ഒരു പരിമിതിയും മൂലം പ്രഖ്യാപിച്ച ആ ഒരു ആശയം പൂർത്തീകരിക്കാനായില്ല. എങ്കിലും ക്ലബിൻ്റെ ഈ ഒരു മോഹം സുവർണ ജൂബിലിയുടെ പരിസമാപ്തിക്ക് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു സുവർണം ജൂബിലി ആഘോഷങ്ങളിൽ നളചരിത കഥകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു രൂപകൽപ്പന നമ്മൾ എല്ലാവരും ചേർന്ന് തീരുമാനമെടുത്തത്. അതൊരു കൂട്ടായ തീരുമാനമായിരുന്നു. ജോയിൻറ്റ് സെക്രട്ടറി പ്രദീപ് നമ്പീശൻ പൊതുയോഗത്തിൽ ചേർന്ന് വലിയൊരു മോഹം 50-ാം വർഷത്തിൽ 50 പരിപാടികൾ എന്ന രീതിയിൽ കുറിച്ചപ്പോൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നവ്യം വരെ 130 ആയിരുന്നു. ഇന്നപ്പോൾ ഒരു 150-ൽ പരം പരിപാടികൾ സംഘടിപ്പിക്കാനായി എന്നുള്ളത് തന്നെയാണ് കഥകളി ക്ലബിന് ഏറ്റവും അഭിമാനവും സന്തോഷവും പകരുന്നത്. ഇതൊരു കൂട്ടായ പരിശ്രമത്തിൻ്റെ സാഫല്യമാണ്. ഇച്ഛാശക്തി, ഇങ്ങനെ ഒരു വീക്ഷണം
ഇതിൻ്റെ എല്ലാം സാഫല്യമായി സുവർണം മാറുന്നു ഇല്ലെങ്കിൽ ഇതൊരു ചരിത്രപരമായ രേഖപ്പെടുത്തലാകുന്നു എന്നുള്ളത് തന്നെയാണ് സുവർണത്തെ വേറിട്ട് നിൽക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു ബൃഹത്തായി നാടിൻ്റെ സാംസ്കാരിക ധാതുഗുണമായി എന്ന് നമ്മൾ കരുതുന്ന നളകഥകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കഥകളിയിലായാലും കഥകളിയെതിരെ മറ്റ് രംഗാവതരണങ്ങളിലായാലും കൂടിയാട്ടത്തിൽ 2 പുതിയ രംഗനിർമ്മിതികൾ, നങ്ങ്യാർകൂത്തിൽ ഒരു രംഗനിർമ്മിതി, അതെല്ലാം കനപ്പെട്ട കലാകാരന്മാർ തന്നെ, ഇരിങ്ങാലക്കുടയിലെ കലാകാരന്മാർ തന്നെ അത് നിർവഹിക്കുന്നു. ചാക്യാർകൂത്ത്, മോഹിനിയാട്ടത്തിൽ കലാമണ്ഡലം പ്രഷീജയുടെ ഒരു രംഗാവതരണം, ഒപ്പം ഇന്നിപ്പോൾ കുറച്ച് നേരങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു പുതിയ രംഗനിർമ്മിതി. കുറവുകളുണ്ടായിരിക്കാം ആദ്യ രംഗനിർമ്മിതികളിലെല്ലാം, പുതിയ രംഗാവിഷ്കാരങ്ങളിൽ എല്ലാം സമ്പൂർണ്ണമാകണമെന്നില്ല. എന്നിരുന്നാലും പുതിയ വ്യാഖ്യാനങ്ങൾക്കും പുതിയ ചിന്തകൾക്കും പുതിയ ആഖ്യാനങ്ങൾക്കും ഏതൊരു നളകഥകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാകുമ്പോൾ കൂടുതൽ ആസ്വാദകരുടെ സാഗൂതം ആയിട്ടുള്ള ശ്രദ്ധ അതിലുണ്ടാകും. അത് ചർച്ച ചെയ്യപ്പെടും, പുതിയ ആവിഷ്കാരങ്ങൾ ഉണ്ടാകും. ഈ ഒരു രംഗാവിഷ്കാരത്തിൽ തന്നെ പുതിയ ആവർത്തിച്ച് അതിൻ്റെ സംസ്കരിച്ചെടുക്കുന്ന രംഗനിർമ്മിതികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതിനൊരു തുടർച്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സുവർണത്തിൻ്റെ ഈ ഒരു സമാപന സമ്മേളനത്തിനോടനുബന്ധിച്ച് ഇന്ന് ഇവിടെയുള്ള യോഗത്തിൻ്റെ എന്നിൽ നിക്ഷിപ്തമായ കർമ്മത്തിലേക്ക് കടക്കട്ടെ. നോട്ടീസിൽ പ്രതിപാദിച്ച പോലെ ഉദ്ഘാടകയും മുഖ്യാതിഥിയുമാണ് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. എങ്കിലും അവരുടെ ഔദ്യോഗിക തിരക്കുകൾ മൂലവും ആരോഗ്യസ്ഥിതിയും മൂലം അവർക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളത് അറിയിച്ചു. എന്നിരുന്നാലും ഈ ഒരു അരങ്ങ് വളരെ സമ്പുഷ്ടമാണ്. അനിയേട്ടൻ്റെ അല്ലെങ്കിൽ അനിയൻ മംഗലശ്ശേരിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഈ യോഗത്തിൽ വളരെ വിശിഷ്ടരായ കലാകാരനും ഒപ്പം ഡോക്ടർ KN പിഷാരടിയുടെ പേരക്കുട്ടികളും അടങ്ങുന്ന ഈ ഒരു സദസ്സ്, കഥകളി നിരൂപകരായാലും കലാകാരന്മാരുടെ ആയാലും നിറഞ്ഞ ഈ സദസ്സ് എന്തുകൊണ്ടും കഥകളി ക്ലബിൻ്റെ സുവർണ ജൂബിലി വലിയൊരു അരങ്ങ് തന്നെയാകണു ഈ സമാപന സമ്മേളനം എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തായാലും ഔദ്യോഗികമായ ഈ ചടങ്ങിൽ ആദ്യമായി അധ്യക്ഷത വഹിക്കുന്ന അനിയൻ മംഗലശ്ശേരിയെ അനിയേട്ടൻ എന്ന് മനസ്സിലും കുറേ കാലം ശീലിച്ച ആ ഒരു ബ്രദർഹുഡ്, ഒരു സഹോദരൻ എന്നുള്ള നിലയിലുള്ള ആ വൈകാരിക ബന്ധവും നിർത്തിക്കൊണ്ട് തന്നെ, സ്നേഹബന്ധത്തിൽ നിന്നുകൊണ്ട് തന്നെ അനിയേട്ടനെ സാദരം ഔചാര്യരുടെ പേരിൽ ഈ ഒരു യോഗത്തിൽ സാദരം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പുരസ്കാര സമർപ്പണത്തിന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ജയകുമാർ IAS ആയിരുന്നു. എങ്കിലും ആ ഒരു നിർവഹിക്കുന്ന ആ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ളത് ഡോക്ടർ KN പിഷാരടിയുടെ തന്നെ മക്കളായ ഡോക്ടർ നാരായൺ സാറും ഡോക്ടർ കൃഷ്ണൻ സാറുമാണ്. ഇവർ രണ്ടുപേരെയും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ വ്യക്തിപരമായും സംഘടനയുടെ പരമായും അവർ രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെയുള്ളത് യോഗത്തിൽ പുരസ്കാര സമർപ്പണമാണ്. പുരസ്കാര സമർപ്പണത്തിന് നോട്ടീസിൽ പ്രതിപാദിച്ച പോലെ കലാകാരന്മാരെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി 3 പതിറ്റാണ്ടിലേറെ സുവർണ ജൂബിലി ഇല്ലെങ്കിൽ ക്ലബിൻ്റെ വാർഷികത്തിനോടനുബന്ധിച്ച് അവാർഡുകൾ നൽകുന്നു. എന്തായാലും 100-ൽ പരം കലാകാരന്മാർക്ക് അവാർഡുകൾ കൊടുക്കാനായി എന്നുള്ളത് തന്നെയാണ് ക്ലബിൻ്റെ ഒരു ചരിത്രം. എന്തായാലും സമഗ്ര സംഭാവന പുരസ്കാരം നൽകി കഥകളി ലോകത്തെ ഇന്നത്തെ ഏറ്റവും മുതിർന്ന കലാകാരൻ, ഞങ്ങളുടെയൊക്കെ അഭിമാനം ആയി ഡോക്ടർ സദനം കൃഷ്ണകുട്ടി ആശാൻ തന്നെയാണ് നമ്മൾ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ പേരിലും സംഘടനയുടെ പേരിലും യോഗത്തിൻ്റെ പേരിലും സ്വാഗതം ചെയ്യും. പിന്നെ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യ ആശാനാണ്. ദീർഘകാലത്തെ ബന്ധം തിരുനോട്ടം അരങ്ങുകളിലായാലും ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബിൻ്റെ ആവശ്യത്തിനായാലും അല്ലാതെയുള്ള കഥകളി അരങ്ങുകളിലും ആശാനായിട്ടുള്ള ബന്ധം വളരെയധികമുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധം തന്നെ ഇരിങ്ങാലക്കുടയായിട്ടുണ്ട്.
മാരാര മാഷ എടുത്തായാലും അദ്ദേഹം ഇരിയാകുളം ഉത്സവത്തിന് വരുമ്പോഴും അങ്ങനെയുള്ള നിരവധി കാലത്തെ ഒരു ബന്ധം അദ്ദേഹവുമായിട്ട് ഞങ്ങൾക്കുണ്ട്. നിരവധി അരങ്ങുകൾ കഥകളി ക്ലബ്ബിൽ അദ്ദേഹം വേഷങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെയും ഹൃദയത്തിൻ്റെ പേരിൽ, സ്വന്തം സംഘടനയുടെ പേരിലും ഈ യോഗത്തിൻ്റെ പേരിലും വ്യക്തിപരമായും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. അടുത്തതായി പത്തിയൂർ ശങ്കരൻകുട്ടി ആണ്. കഥകളി സംഗീതത്തിൽ ഇന്നത്തെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റുകളിൽ ഒരാളായ പത്തിയൂർ ശങ്കരൻകുട്ടി ഇവിടെ ഒരു പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. കഥകളി സംഗീതത്തിൽ ഇന്നത്തെ ഏറ്റവും നല്ലൊരു ഗായകനിലേക്കാണ് ക്ലബിൻ്റെ ഈ പുരസ്കാരം നൽകുന്നത് എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തിനെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചെണ്ടയ്ക്ക് സദനം ഗോപാലകൃഷ്ണൻ ആശാനാണ്. അദ്ദേഹം ഈ ഒരു കഴിഞ്ഞ കുറേ കാലങ്ങളായി ഒരു കലാകാരനെ മാത്രം തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും പല വിഭാഗങ്ങളിലുള്ള സീനിയർ ആർട്ടിസ്റ്റുകൾക്ക് കൃത്യമായി പങ്കുവയ്ക്കപ്പെടുന്ന ഒരു സീനിയർ ആർട്ടിസ്റ്റുകളെ പരിഗണിക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നിരുന്നാലും കഴിഞ്ഞ 2-3 വർഷങ്ങളിലായി 9ഓളം 10ഓളം കലാകാരന്മാർക്ക് പുരസ്കാരങ്ങൾ നൽകുക, നവതി നിറഞ്ഞ ആശാന്മാർക്ക് പുരസ്കാരങ്ങൾ നൽകുക, അങ്ങനെ കാലങ്ങളായി വന്നു ചേർന്നിട്ടുള്ള ഡ്യൂസ് ഇല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട പുരസ്കാരങ്ങളെല്ലാം കൊടുക്കാൻ സാധിക്കുന്നു. അതിൽ ഈ വർഷം ചെണ്ടയ്ക്ക് സദനം ഗോപാലകൃഷ്ണൻ ആശാനാണ്. അദ്ദേഹത്തെ സാദരം ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ മദ്ദളം സദനം രാജഗോപാൽ ആശാനാണ്. സദനം അക്കാഡമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ 3 സദനം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കലാകാരന്മാർക്കാണ് ഇവിടെ ഈ വർഷം അവാർഡ് നൽകുന്നത് എന്നുള്ള ഒരു കൗതുകമുണ്ട്. ആയതിനാൽ മദ്ദളത്തിൽ സദനം രാജഗോപാലാശാനാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. കലാമണ്ഡലം സതീശനാണ് ചുട്ടി കലാകാരനായി ഈ വർഷത്തെ അവാർഡ് ചുട്ടി വിഭാഗത്തിൽ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ചുട്ടി കലാകാരനായി നിരവധി അരങ്ങുകൾ കഥകളി ക്ലബിൻ്റെ അരങ്ങുകളിലേക്ക് ചുട്ടിക്കുത്തിയിട്ടുള്ള ഇത്രയും സീനിയറായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ ഐക്യകണ്ഠേന നമ്മൾ വളരെ അധികം ആലോചിക്കേണ്ടതൊന്നും വന്നിട്ടില്ല. എന്നാലും അദ്ദേഹത്തെയും ഈ ഒരു ചടങ്ങിലേക്ക് ഹൃദയത്തിൻ്റെ പേരിലും സ്വന്തം സംഘടനയുടെ പേരിലും വ്യക്തിപരമായും സ്വാഗതം വരുന്നു. അടുത്തതായി ഊരകം നാരായണ നായരാണ്. ദീർഘകാലത്തെ ക്ലബുമായിട്ടുള്ള അണിയറ ബന്ധം, അണിയറയിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യം, എന്തുകൊണ്ടും കഥകളി ക്ലബിൻ്റെ അണിയറ വിഭാഗത്തിലും ഒരു കലാകാരന് അവാർഡ് കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനം നിർദ്ദേശം വന്നു. അതുകൊണ്ട് തന്നെ അണിയറയിൽ ഊരകം നാരായണ നായരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിനും ഈ ഒരു യോഗത്തിലേക്ക് സ്വാഗതം വരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ കേശവദാസ് സ്മാരക കഥകളി പുരസ്കാരം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഥകളി ക്ലബിൻ്റെ കൂടുംബാവുമായി പ്രവർത്തിച്ച ഈ കേശവദാസ് നമ്മളെ വിട്ടുപോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ ഒരു പുരസ്കാരമാണ് ഈ കേശവദാസ് സ്മാരക കഥകളി പുരസ്കാരം. അത് ഈ വർഷം സംഗീത വിഭാഗത്തിലേക്കാണ്. കഥകളി സംഗീതത്തിൽ പകരം വയ്ക്കാനില്ലാത്ത കോട്ടയ്ക്കൽ മധുവാണ് ഈ ഒരു അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത്. അദ്ദേഹത്തെ ആ മുഖങ്ങൾക്ക് ആവശ്യമില്ല. ആ മധുര സംഗീതത്തിൻ്റെ ആ ഒരു സംഗീത വഴിയുടെ എല്ലാ കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു ഗായകൻ തന്നെയാണ്. കോട്ടയ്ക്കൽ മധുവിനെ സാദരം ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി കഥകളി ക്ലബിൻ്റെ മുൻ കമ്മിറ്റി അംഗമായിരുന്ന ബാലകൃഷ്ണൻ മാസ്റ്ററെ കുടുംബാംഗങ്ങളെ ഏർപ്പെടുത്തിയ എൻഡോമെൻ്റാണ്. അത് കലാമണ്ഡലത്തിൽ നിന്നുള്ള ആദിത്യനാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ഒരു എൻഡോമെൻ്റ് അർഹനായിട്ടുള്ള അദ്ദേഹത്തെയും ഈ യോഗത്തിൽ ഔപചാരികമായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പിന്നെ ഈ പുരസ്കാരങ്ങൾക്ക് ശേഷം ഔപചാരികമായ ഈ യോഗത്തിൻ്റെ നടപടിക്രമങ്ങൾ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഈ ഒരു കഥകളി ആസ്വാദക ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ലേഖനങ്ങളായാലും കുറിപ്പുകളായാലും ആസ്വാദന വഴികളിൽ വേറിട്ട വഴിയിലൂടെ സഞ്ചരിച്ച് സ്വന്തമായ അഭിപ്രായം രേഖപ്പെടുത്തുന്ന വലിയൊരു ആസ്വാദകൻ എന്നുള്ള നിലയിൽ ഇതിനകം കഥകളി ആസ്വാദകരുടെയും മറ്റ് കലാരൂപങ്ങളിലും എല്ലാം തിരിച്ചറിയപ്പെടുന്ന ശ്രീവത്സൻ തീയാടി എന്ന ആ ഒരു 2 അക്ഷരത്തിൽ മാത്രം
കലാലോകത്ത് നിറസാന്നിധ്യമായ ശ്രീവത്സൻ തീയാടിയാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ആശംസ പറയാൻ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ സാദരം യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. പിന്നെയുള്ളത് വൈസ് പ്രസിഡൻ്റാണ്, ഞങ്ങളുടെ അഡ്വക്കേറ്റ് രാജേഷ് തമ്പാനാണ്. അദ്ദേഹമാണ് ക്ലബിൻ്റെ ഈ യോഗത്തിന് സമാപന സമ്മേളനത്തിൽ നന്ദി പറയേണ്ടത്. അദ്ദേഹത്തെയും ഈ ഔപചാരികരുടെ പേരിൽ മാത്രം അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഇങ്ങനെ ഒരു ബൃഹത്തായ 16 ദിവസം നീണ്ടുനിന്ന ഒരു മഹോത്സവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവലിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അധ്യക്ഷൻ പറയുന്നതാണ്. ഞാൻ വിട്ടുപോയിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ അധ്യക്ഷൻ അത് പരിഹരിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ സ്വാഗതം എന്നുള്ള ഒരു കർമ്മത്തിൽ എൻ്റെ ലോപങ്ങളിലെല്ലാം പരിഹരിക്കപ്പെടുന്ന അനിയേട്ടനെപ്പോഴുള്ള സുരക്ഷിതമായ കൈകളിൽ എനിക്കെന്ത് കോട്ടം വന്നാലും പരിഹരിക്കപ്പെടാൻ അനിയേട്ടനുണ്ട്. എന്തായാലും ഞാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും തരത്തിൽ പരാമർശിക്കാതെ പോയിട്ടുള്ള, കാരണം 5 പതിറ്റാണ്ട് എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ സംസ്കൃതിയുടെ വലിയൊരു ഘട്ടമാണ്. അവിടെയൊക്കെ കുറേ ആൾക്കാരെ നമ്മൾ സ്മരിക്കേണ്ടതായിട്ടുണ്ട്. ആ സ്മരിക്കപ്പെടുമ്പോൾ സ്മരിക്കപ്പെടേണ്ടവരെ, സ്മരിക്കപ്പെടേണ്ട സ്ഥാപനങ്ങളെ, അവർക്കൊക്കെ നമ്മൾ വേണ്ട രീതിയിലുള്ള കൃതജ്ഞതയും നന്ദിയും എല്ലാം രേഖപ്പെടുത്തേണ്ടത് ഈ ഒരു ഔദ്യോഗികമായ ചടങ്ങിൽ കൂടിയാണ്. അത് ഓർമ്മയിൽ വച്ചുകൊണ്ട് തന്നെ അവർക്കെല്ലാവരോടും സന്തോഷവും സ്നേഹവും ഈ യോഗത്തിൻ്റെ പേരിൽ, കഥകളി ക്ലബിൻ്റെ സെക്രട്ടറിയുടെ പേരിൽ ഈ ഒരു ചടങ്ങിലേക്ക് അവരോടുള്ള നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തുന്നു. ഏവരെയും ഈ ഒരു യോഗത്തിലേക്ക് സ്വാഗതം അരുളിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് നമ്മുടെ ക്ലബിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള പ്രിയപ്പെട്ട അനിയൻ മംഗലശ്ശേരിയെ വിളിക്കുന്നു. അനിയനും ചേട്ടനുമായിട്ടുള്ള അനിയേട്ട്, എല്ലാവരും അനിയനും ചേട്ടനും ഒരുമിച്ച് വിളിക്കുകയാണ് അനിയേട്ട്. വേദിയിലിരിക്കുന്ന ആദരണീയരെ, സദസ്സിലെ കലാപ്രേമികളെ, 50 വർഷം പൂർത്തിയാവുന്ന ഈ വേളയിൽ കഥകളി ക്ലബിൻ്റെ ഒരു പ്രധാന സ്ഥാനത്ത് ഇരിക്കാൻ സാധിക്കുന്നു എന്ന ഒരു സന്തോഷമുണ്ട് എനിക്ക്. ഈ 50 വർഷവും കഥകളി ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ കൂടെ നടക്കാൻ സാധിച്ച ഒരു സന്തോഷവും എനിക്കുണ്ട്. 75 കഥകളി ക്ലബ്ബ് തുടങ്ങുമ്പോൾ എൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ വർഷമാണ്. 74 കഴിഞ്ഞ് 75 തുടങ്ങുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു ഇളയത് മാഷൊക്കെയാണ് ഉത്സാഹിച്ച്. പിന്നെ എൻ്റെ ഏട്ടന്മാരും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ നടക്കാനുള്ളൊരു സ്വാതന്ത്ര്യം മേടിച്ചിരുന്നു എന്ന് തന്നെ. കഥകളിയിലുള്ള താല്പര്യം തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. അങ്ങനെ പിന്നെ അംഗത്വം എടുക്കുകയും കമ്മിറ്റിയിൽ വരികയും അങ്ങനെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ കൂടെ നിൽക്കാൻ സാധിച്ച ഒരു ചരിത്രം, അത് പറയാനല്ല ഞാൻ വരുന്നത്. ഈ കാലഘട്ടത്തിൽ മുഴുവൻ കൂടെ നിൽക്കാൻ സാധിച്ച് ഈ 50 വർഷം തികയുമ്പോൾ വല്ലാത്തൊരു സന്തോഷമുണ്ട്. അത് ഒരുപാട് പൂർവസൂരികൾ കൊണ്ടു നടന്ന ഒരു പ്രസ്ഥാനം നമുക്ക് ഇങ്ങനെയൊക്കെ 50 എത്തിക്കാൻ പറ്റിയത് വലിയൊരു ചാരിതാർത്ഥ്യം നൽകുന്ന കാര്യമാണ്. 50 വർഷം എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയെ സംബന്ധിച്ച് അത്ര നിസ്സാരമല്ല ഈ കാലയളവ്. ഇരിക്കാലക്കുടയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സ്ഥാപനം ഇതാണ്, സാംസ്കാരിക സ്ഥാപനം. അത് കഴിഞ്ഞാൽ മിക്കവാറും കഥകളി ക്ലബിനാവുക സ്ഥാനം കിട്ടുക. അപ്പോൾ നല്ലപോലെ ബുദ്ധിമുട്ടിയും അധ്വാനിച്ചും ഒരു നല്ല പേര് എടുക്കാൻ സാധിച്ച കഥകളി ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ 50 വർഷത്തിൻ്റെ ഇതിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. ഈ സമാപനത്തിലേക്ക് നീങ്ങുന്നു എന്ന് പറയുമ്പോൾ 2 വിധത്തിൽ മനസ്സ് ആവുന്നുണ്ട്. ഇത് ഇന്നോടത്തോടുകൂടി 50-ാം വാർഷികം തീരുകയാണെന്നുള്ള ഒരു സങ്കടം. ഇതൊന്ന് തീരണല്ലോ, നമുക്കൊന്ന് കുറച്ച് ദിവസം ഒന്ന് വിശ്രമിക്കണമല്ലോ. കാരണം 1 കൊല്ലമായി നമ്മൾ വിശ്രമിച്ചിട്ടില്ല. 50 വർഷത്തെ 50-ാം വർഷത്തിൽ 50 പ്രോഗ്രാം നടത്താം എന്ന വലിയ മോഹം അന്ന് എല്ലാവരും പറഞ്ഞു, എവിടെ സാധിക്കുന്നു എന്ന് പറഞ്ഞ് അത് നടക്കില്ല എന്ന് നിരുത്സാഹപ്പെടുത്താൻ വരെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ വല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോയത്. 50 വർഷത്തിൽ 50 പ്രോഗ്രാം നടത്തും എന്ന് തീരുമാനിച്ചു. പക്ഷേ ഇതിപ്പോൾ 100 വിട്ടു.
നമ്മുടെ പ്രോഗ്രാംസ്. കഴിഞ്ഞ ദിവസം എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, ഒരു കൊല്ലം 3 ദിവസം കൂടുമ്പോൾ ഒരു പരിപാടി നിങ്ങൾ നടത്തി എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക് എന്ന് പറഞ്ഞു. അതോ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു വലിയ കാര്യം തന്നെ ചെയ്തേക്കണത്. അത് ഈ അവസാനത്തെ നാളുകളിൽ 16 ദിവസം തുടർച്ചയായിട്ട് നളചരിത സംബന്ധമായി മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തതും അരങ്ങിൽ അവതരിപ്പിച്ചതും. ഇതൊന്നും കേരളത്തിലെ ഒരു സ്ഥലത്തും നടന്നിട്ടുണ്ടാവില്ല, നടക്കാൻ അടുത്തെങ്കിലും സാധ്യതയുണ്ടാവത്തോളില്ല. അത് ഞങ്ങളുടെ അഭിമാന പ്രശ്നമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് വെച്ചു. നമ്മളോട് അതിനോട് സഹകരിക്കാൻ ഒരുപാട് പേര് തയ്യാറായി. ആ ഒരു സന്തോഷം ഇങ്ങനെയൊക്കെ അല്ലാണ്ട് എങ്ങനെയാണ് പറയുക? അതാണ് ഈ അവസരത്തിൽ കഥകളി ക്ലബിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ പുരസ്കാരങ്ങളുടെ ഒരു കഥയും ചരിത്രം കൂടി ഇന്ന് ഞാൻ ഇതിൽ കൂടെ പറയാം. 1984 കഥകളി ക്ലബിൻ്റെ ആദ്യത്തെ പുരസ്കാരം. അത് MS അമ്പൂരി സ്മാരക കഥകളി പുരസ്കാരമാണ് ആദ്യമായിട്ട് നമ്മൾ നടത്തിയത്. ആദ്യം നമ്മൾ കൊടുത്തത് സദനം കൃഷ്ണൻകുട്ടി ആശാനാണ്. കൃഷ്ണൻകുട്ടി ആശാനെ തന്നെ ഈ 40 കൊല്ലത്തിന് ശേഷം കഥകളിയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് നമുക്ക് വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തെ ആദരിക്കാൻ സാധിക്കുന്നു. അതാണ് 2 വർഷത്തിന് ശേഷമാണ് ഡോക്ടറുടെ പേരിലുള്ള 86 ഡോക്ടർ എൻ പിഷാരടി സ്മാരക കഥകളി പുരസ്കാരം ഇവരുടെ കുടുംബാംഗങ്ങളെ ഏർപ്പെടുത്തിയത്. അത് തുടർച്ചയായിട്ട് ഇങ്ങനെ നടന്നു വരുന്നു. MS അമ്പൂരി പുരസ്കാരം ഒരു 25 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് നിന്നു. പിന്നീട് കേശവദാസിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം. ഈ കഥകളി ക്ലബിൻ്റെ ഒരു നെടുന്തൂണായിരുന്നു കേശവദാസ്, ജോയിൻറ്റ് സെക്രട്ടറിയും. അങ്ങനെ ഒരുപാട് പൊസിഷനിൽ ഇതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത ഞങ്ങളുടെ കൂടെ നടന്നിരുന്ന കേശവദാസ് അകാലത്തിൽ നമ്മളെ വിട്ടുപോയി. അപ്പോൾ കുടുംബാംഗങ്ങളെ ഏർപ്പെടുത്തിയതാണ് കേശവദാസ് സ്മാരക പുരസ്കാരം. അതുപോലെ തന്നെയാണ് കഥകളി സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് പ്രോത്സാഹനമായിട്ട്, അത് നമ്മൾ തിരഞ്ഞെടുക്കല്ല, നമ്മൾ ഓരോ വർഷവും മാറി മാറി ഓരോ സ്ഥാപനത്തിനെ, കഥകളി സ്ഥാപനങ്ങളെ, കലാമണ്ഡലം, കലാനിലയം, കോട്ടയ്ക്കൽ, PSB മറ്റേ അങ്ങനെയുള്ള ഇതുണ്ടല്ലോ സദനം, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ കത്തയച്ചിട്ട് അവരിൽ ഏറ്റവും നല്ല വിദ്യാർത്ഥിയെ പറഞ്ഞയക്കാനാണ് നമ്മൾ. അതായത് നമുക്കറിയില്ലല്ലോ ഓരോ സ്ഥാപനത്തിലും ആരാന്ന്. അങ്ങനെ അവരുടെ നിർദ്ദേശത്തിൽ ആണ് എൻഡോമെൻ്റ്. അതും നമ്മുടെ കഥകളി ക്ലബിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്ന P. ബാലകൃഷ്ണൻ മാസ്റ്ററുടെ പേരിലുള്ള എൻഡോമെൻ്റാണ്. അങ്ങനെ നിരന്തരം എല്ലാ വർഷവും കഥകളി നടത്തുക എന്ന് മാത്രമല്ല, കഥകളി കൊണ്ടു നടക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ അംഗീകരിച്ച് ആദരിക്കാനും വേണ്ടി തന്നെയാണ് കഥകളി പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത്. ഈ 3 വർഷത്തിനിടയ്ക്ക് നമ്മൾ ഒരു 10-30 കലാകാരന്മാരെ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. അതൊന്നും അതിന് മുമ്പ് കൊല്ലത്തിൽ 1-2 ചെയ്തിരുന്നത്. ഈ ഒരു 3 വർഷത്തിനിടയ്ക്ക് ഇത്രയും പേരെ നമുക്ക് ചെയ്യേണ്ടതുണ്ട് എന്ന് നമുക്ക് കണ്ടെത്തിയത് കൊണ്ട് തന്നെയാണ്. കാരണം പ്രായമായി വരുന്ന കലാകാരന്മാരാണ്. അവരെ അവരുടെ സമയത്ത് ആദരിച്ചില്ലെങ്കിൽ പിന്നീട് നമുക്ക് ആദരിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നൊരു ഇതിലാണ് അതൊരു ടാസ്ക്കായിട്ട് എടുത്ത് തന്നെ നമ്മൾ കഥകളി ക്ലബിലെ അംഗങ്ങളുടെയും ഡോക്ടറുടെ കുടുംബത്തിൻ്റെയും മുൻ ഭരണസമിതി അംഗങ്ങളുടെയും എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത്. ഇവയൊക്കെ ചരിത്രം ഇപ്പോഴല്ലാണ്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പറയുകയാണ്. ഇന്നിപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന 2 പ്രധാന വ്യക്തികൾ നമുക്ക് ഇന്ന് വന്നിട്ടില്ല. ഒന്ന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇരുന്നിരുന്ന നമ്മുടെ മന്ത്രി ബിന്ദു ഔദ്യോഗിക തിരക്കിൽ തിരുവനന്തപുരത്തേക്ക് പോയി എന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. ജയകുമാർ സാറിനാണെങ്കിൽ അസുഖമാണ്. ഇന്നലെ തൃശ്ശൂർ ഗോപിയാശാൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോലും വരാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെ ആ 2 പ്രധാനപ്പെട്ട വ്യക്തികൾ നമുക്കില്ലാത്തൊരവസരത്തിൽ നമ്മൾ വേറൊരു ആൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റിന് പോവാതെ നമ്മളുള്ളവർ തന്നെ, നമ്മുടെ ഈ കുടുംബാംഗങ്ങൾ തന്നെ ഈ ചടങ്ങ് നടത്താം എന്നൊരു തീരുമാനത്തിലാണ് ഇങ്ങനെ പോകുന്നത്. അതും കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു. കൂടുതൽ വർത്തമാനം പറയാൻ എനിക്ക് വയ്യ, ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ചരിത്രമൊന്നും പറയാൻ കൂടുതലില്ല. ഇനി മറ്റ് ചടങ്ങുകളിലേക്ക് കിടക്കുകയാണ്. നമസ്കാരം. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഇരിഞ്ഞാലക്കുട കഥകളി ക്ലബിൻ്റെ വാർഷിക കഥകളി പുരസ്കാരങ്ങളാണ്. 9 പേർക്കാണ് നമ്മൾ ഈ പ്രാവശ്യം കഥകളി പുരസ്കാരങ്ങൾ സമർപ്പിക്കുന്നത്. നമുക്കറിയാം 7 പതിറ്റാണ്ടുകളോളമായി കഥകളി രംഗത്ത് വ്യത്യസ്തമായ
ഭാവങ്ങൾ അഭിനയിച്ചുകൊണ്ട് കേരളത്തിലെന്നല്ല പുറം രാജ്യത്ത് പോലും കേരളത്തിൻ്റെ തനതായിട്ടുള്ള കഥകളിയെ വളരെ ഭംഗിയോടുകൂടി ചിട്ടപ്പെടുത്തുകയും അവതരിപ്പിക്കുകയും ചെയ്ത ഇരിഞ്ഞാലക്കുടയുടെ അഭിമാന താരമായി മാറിയിട്ടുള്ള പ്രിയപ്പെട്ട സദനം കൃഷ്ണൻകുട്ടി, ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടിക്കാണ് ഈ പ്രാവശ്യത്തെ സമഗ്ര സംഭാവന പുരസ്കാരം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി സദനം കൃഷ്ണൻകുട്ടിയെയും പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി ഡോക്ടർ നാരായണൻകുട്ടി പിഷാരടിയെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സുവർണ മുദ്രണം ചാർത്തുന്നതിന് വേണ്ടി ഡോക്ടർ കൃഷ്ണ പിഷാരടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി കീർത്തി പത്രവായനയാണ്. കീർത്തി പത്രവായന നടത്തുന്നത് അഡ്വക്കേറ്റ് രാജേഷ് തമ്പാനെ ക്ഷണിക്കുന്നു. സമഗ്ര സംഭാവന പുരസ്കാരം ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടി. കല്ലുവഴി ചിട്ടയുടെ പരമാചാര്യനായ പട്ടിക്കാംതൊടി രാവുണ്ണിമേനോൻ്റെ പരമ്പരയിൽ 3ാം തലമുറയിലെ കലാകാരന്മാരിൽ ഇന്നും കളിയരങ്ങിൽ സജീവ സാന്നിധ്യമായി വിലസുന്ന ഏകനാണ് സദനം കൃഷ്ണൻകുട്ടി. 7 ദശകങ്ങളോളം ഇടതടവില്ലാതെ അരങ്ങിൽ ജൈത്രയാത്ര നടത്തിയ അവരുടെ നിരയും നീണ്ടതല്ല. അടിയുറച്ച അഭ്യാസബലവും മനയോലപ്പറ്റുള്ള മുഖകാന്തിയും അഭിനയ നൈപുണിയും കഥകളി ചരിത്രത്തിൽ കൃഷ്ണൻകുട്ടിയെ അനന്വയനാക്കുന്നു. പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി കിഴക്കേപ്പാട്ട് ജാനകി അമ്മയുടെയും പിലാശ്ശേരി രാവുണ്ണി നായരുടെയും പുത്രനായി 1941 നവംബർ 9-ാം തീയതി കൃഷ്ണൻകുട്ടി ജനിച്ചു. 1956 ESLC 1ാം ക്ലാസ്സോടെ പാസ്സാവുകയും കഥകളിയാണ് തൻ്റെ മേച്ചിൽ സ്ഥലമെന്ന രൂഢമൂലമായ അഭിനിവേശം സാക്ഷാത്കരിക്കുന്നതിനായി അതേ വർഷം തന്നെ പേരൂർ ഗാന്ധി സേവാ സദനം കഥകളി വിദ്യാലയത്തിൽ വേഷവിഭാഗം വിദ്യാർത്ഥിയായി ചേർന്ന് അഭ്യസനം ആരംഭിക്കുകയും ചെയ്തു. കോട്ടയ്ക്കൽ ശങ്കരനാരായണൻ നമ്പ്രാന്തിരി, കോട്ടയ്ക്കൽ കൃഷ്ണൻകുട്ടി നായർ എന്നിവരിൽ നിന്ന് ലഭിച്ച പ്രാഥമിക പാഠങ്ങൾക്ക് ശേഷം തേക്കുംകാട്ടിൽ രാമുണ്ണി നായരുടെ ഊർജ്ജസ്വലമായ ശിക്ഷണത്തിൽ 6 വർഷം അഭ്യസനം തുടർന്നു. പിന്നീട് 3 വർഷം കീഴ്പ്പടം കുമാരൻ നായരുടെ ശിഷ്യത്വം ലഭിച്ചു. സമാന്തരമായി മാണിമാധവ ചാക്യാരിൽ നിന്ന് രസാഭിനയവും നേത്രാഭിനയവും വശമാക്കി. കേരള കലാമണ്ഡലം, ഗാന്ധി സേവാ സദനം, ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം, കൊല്ലം കഥകളി സ്കൂൾ, പാറ്റ്ന BN കലാമന്ദിർ എന്നിവിടങ്ങളിൽ ഹ്രസ്വകാല അധ്യാപക വൃത്തിക്ക് ശേഷം പൂർണ്ണമായും സ്വതന്ത്ര കലാകാരനായി. മുദ്രകളുടെ വെടിപ്പ്, കലാശഭംഗി, ചലനങ്ങളുടെ ചടുലത, രസവാസന എന്നീ ഗുണങ്ങൾ കൃഷ്ണൻകുട്ടിയിലെ അഭിനേതാവിൻ്റെ സവിശേഷതകളാണ്. ഭാവപൂർണത സാക്ഷാത്കരിക്കാനുള്ള വ്യഗ്രതയിൽ നാട്യധർമ്മിയുടെ വ്യാകരണത്തെ ചിലപ്പോഴെങ്കിലും ലംഘിച്ചാലും അദ്ദേഹത്തിൻ്റെ സർഗാത്മക പ്രതിഭയെ അത് തരിമ്പും ബാധിക്കുന്നില്ല. നളനരവരനും നരകനും നക്തഞ്ചരാധിപനും നാരായണനും എന്ന് വേണ്ട കഥകളിയിലെ സാത്വിക രാജസ താമസ കഥാപാത്രങ്ങളെല്ലാം ആ കാൽക്കീഴിൽ അടിയറവ് പറയുന്നു. ഇരിങ്ങാലക്കുട കഥകളി ക്ലബിൻ്റെ പ്രഥമ കഥകളി പുരസ്കാരം 4 പതിറ്റാണ്ടുകൾക്ക് മുൻപ് വാങ്ങിയത് സദനം കൃഷ്ണൻകുട്ടി എന്ന യുവനടനായിരുന്നു. ഈ ആണ്ടറുതിയിൽ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് ശതാഭിഷിക്തനാകുന്ന സദനം കൃഷ്ണൻകുട്ടി എന്ന മഹാനടന കേസരിക്ക് ആണ്ടുപിറപ്പിൽ തന്നെ അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് 1000 ആശംസകളോടെ സമഗ്ര സംഭാവന പുരസ്കാരം ആദരപൂർവ്വം സമർപ്പിക്കുന്നു. 12 ജനുവരി 2025 അനിയൻ മംഗലശ്ശേരി പ്രസിഡന്റ്, രമേശൻ നമ്പീശൻ സെക്രട്ടറി, ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ്ബ് ഇരിഞ്ഞാലക്കുട. ഈ പുരസ്കാരം സമർപ്പിക്കുന്നതിന് വേണ്ടി ക്ലബ്ബ് പ്രസിഡന്റ് അനിയൻ മംഗലശ്ശേരിയെയും കൃഷ്ണൻകുട്ടി ആശാരിയെയും ക്ഷണിക്കുന്നു. ഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥ സംഗമം ആഘോഷിപ്പൂ തുംഗശോഭം. അടുത്തതായി ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി പുരസ്കാരം. ഇത്രയേറെ പ്രായമായിട്ടും തൻ്റെ കഥകളി ഒരു ചടവുമില്ലാതെ വേദികളിൽ അഭിനയിച്ചുകൊണ്ട് കാണികളെ വിസ്മയിപ്പിക്കുന്ന പ്രിയപ്പെട്ട കലാമണ്ഡലം പ്രൊഫസർ ബാലസുബ്രഹ്മണ്യനാണ്. പ്രിയപ്പെട്ട പ്രൊഫസർ ബാലസുബ്രഹ്മണ്യനെ ക്ഷണിക്കുന്നു. പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി ഡോക്ടർ നാരായണൻകുട്ടി പിഷാരടിയും ക്ഷണിച്ചോളും. സ്വാഗതം
സുവർണമുദ്രം ചാർത്തുന്നതിന് വേണ്ടി സ്വാഗതം ഡോക്ടർ കൃഷ്ണപിഷാരടി ക്ഷണിച്ചു. സ്വാഗതം സ്വാഗതം ഇവിടുത്തെ കീർത്തി പത്രവായനയാണ്. വായിക്കുന്നതിന് വേണ്ടി ക്ലബിൻ്റെ ജനറൽ സെക്രട്ടറിയുള്ള പ്രദീപ് നമ്പീശിനെ ക്ഷണിച്ചോളൂ. കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ കല്ലുവഴിച്ചിട്ടയുടെ മഹാനിഘണ്ടുവായും മികച്ച കഥകളി പ്രയോക്താവായും ഒരു നീണ്ട നിരയെ കഥകളി അരങ്ങിന് സംഭാവന ചെയ്ത മഹാചാര്യനായും കഥകളിയുടെ ഹരിതകാന്തിയായും സമകാലിക കളിയരങ്ങിൽ ബാലസുബ്രഹ്മണ്യൻ അടയാളപ്പെടുന്നു. ചോരത്ത് വാര്യത്ത് രാമവാര്യരുടെയും ചിറക്കൽ മാരാത്ത് തങ്കമണി മാരസ്യാരുടെയും മകൻ ബാലസുബ്രഹ്മണ്യൻ 1955 മെയ് 26 കോതച്ചിറയിൽ ജനിച്ചു. 7ാം ക്ലാസ് പാസ്സായി 1968 കേരള കലാമണ്ഡലത്തിൽ കഥകളി വേഷവിഭാഗം വിദ്യാർത്ഥിയായി ചേർന്നു. ഡിപ്ലോമ, പോസ്റ്റ് ഡിപ്ലോമ, സ്കോളർഷിപ്പ് തുടങ്ങി പാഠ്യപദ്ധതിയിലെ എല്ലാ ഘട്ടങ്ങളും കലാമണ്ഡലം ഗോപി, കലാമണ്ഡലം പത്മനാഭൻ നായർ, കലാമണ്ഡലം രാമൻകുട്ടി നായർ എന്നീ ആചാര്യന്മാരുടെ കീഴിൽ അഭ്യസിച്ചു. ഉന്നത വിജയം കരസ്ഥമാക്കി. 1979 മാതൃസ്ഥാപനത്തിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. 10 വർഷം വകുപ്പ് മേധാവിയായും 2 വർഷം പ്രിൻസിപ്പാളുമായതടക്കം 32 വർഷത്തെ പ്രശസ്ത സേവനത്തിന് ശേഷം 2011 വിരമിച്ചു. 4 വർഷം അവിടെ തന്നെ വിസിറ്റിംഗ് പ്രൊഫസറും ഡീനുമായി സേവനം തുടർന്നു. പിന്നീട് 3 വർഷം മാർഗി കഥകളി സ്കൂളിൽ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു. ചൊല്ലിയാട്ടത്തിൻ്റെ കൃത്യതയാർന്ന ഒതുക്കമാണ് അദ്ദേഹത്തിൻ്റെ രംഗപ്രകാര സൗന്ദര്യമർമ്മം. മെയ്ത്തഴക്കത്തിൻ്റെയും വിശുദ്ധമായ കളരി വഴക്കത്തിൻ്റെയും ആ കാലടിപ്പാടുകൾ പിന്തുടർന്നാണ് പുതുതലമുറ കളിയരങ്ങിൽ പിച്ചവയ്ക്കുന്നത് പോലും. ധർമ്മപുത്രരും ഭീമനും അർജുനനും നളനും രാവണനും നരകാസുരനും ഹനുമാനും പരശുരാമനും എന്നുവേണ്ട ലളിതകളും ഉർവശിയും ദമയന്തിയും അടക്കം എല്ലാ പ്രധാന വേഷങ്ങളും ഇന്നും ഒരു ഉലച്ചിലുമില്ലാതെ അവതരിപ്പിക്കാൻ സപ്തതിയിലേക്ക് പ്രവേശിക്കുന്ന കാലയളവിലും ബാലസുബ്രഹ്മണ്യന് അനായാസം സാധിക്കുന്നു. കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരമടക്കം നിരവധി അംഗീകാരങ്ങൾ തേടിയെത്തിയ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യന് ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി പുരസ്കാരം സ്നേഹാദരങ്ങളോടെ സമർപ്പിക്കുന്നു. പ്രസിഡന്റ് അനിയൻ മംഗലശ്ശേരി, സെക്രട്ടറി രമേശൻ നമ്പീശൻ. 2025 ജനുവരി 12 ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ്ബ്, ഇരിങ്ങാലക്കുട. പുരസ്കാരം സമർപ്പിക്കുന്നതിന് വേണ്ടി അനിയൻ മംഗലശ്ശേരിയെയും സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രൊഫസർ ബാലസുബ്രഹ്മണ്യൻ ക്ഷണിച്ചു. ശതകാർത്ഥ സംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം. അടുത്തതായി കഥകളി പാട്ടുരംഗത്ത് ഏറെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കും പ്രിയപ്പെട്ട പത്തിയൂർ ശങ്കരൻകുട്ടിയാണ്. പ്രിയപ്പെട്ട പത്തിയൂർ ശങ്കരൻകുട്ടിയെ പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി ഡോക്ടർ നാരായണൻകുട്ടി പിഷാരടി ക്ഷണിച്ചുകൊള്ളുന്നു. സുവർണമുദ്രം അണിയിക്കുന്നതിന് വേണ്ടി ഡോക്ടർ കൃഷ്ണ പിഷാരടിയും ക്ഷണിച്ചുകൊള്ളുന്നു. സംഗമ ഗ്രാമ നാട്യരംഗമിത സംഗമ ഗ്രാമ നാട്യരംഗമിത. കീർത്തി പത്രവായനയ്ക്കായി അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ ക്ഷണിച്ചോളൂ. ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ്ബ് കഥകളി പുരസ്കാരം. പത്തിയൂർ ശങ്കരൻകുട്ടി. മഠത്തിൽ തെക്കേതിൽ ശങ്കരൻകുട്ടി കാരണവർ എന്ന പത്തിയൂർ ശങ്കരൻകുട്ടി കർണാടക സംഗീതത്തിൽ ഗാനഭൂഷണം 1ാം ക്ലാസ്സോടെ പാസ്സായ ശേഷം കഥകളി സംഗീതത്തിലേക്ക് കടന്നു വന്നത്. കഥകളി ഭാഗവതർ പത്തിയൂർ കൃഷ്ണപിള്ളയുടെയും ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും പുത്രൻ. 1965 ജനിച്ചു. ഏവൂർ പരമേശ്വരപിള്ളയുടെ ശിക്ഷണത്തിൽ കഥകളി വേഷം അഭ്യസിച്ച് അരങ്ങേറ്റം നടത്തി. സമാന്തരമായി പിതാവിൽ നിന്നും കഥകളി സംഗീതവും പഠനം തുടങ്ങി. പ്രീ ഡിഗ്രി പാസ്സായതിനു ശേഷം തൃപ്പൂണിത്തറ RLV മ്യൂസിക് കോളേജിൽ ചേർന്നു. ഗാനഭൂഷണം കഴിഞ്ഞ് കഥകളിയിൽ
കളരി പരിചയം ലഭിക്കുന്നതിന് കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിയായി ചേർന്നു. കലാമണ്ഡലം ശങ്കരൻ എമ്പ്രാന്തിരി, കലാമണ്ഡലം ഹൈദരലി, വെൺമണി ഹരിദാസ് എന്നീ ത്രിമൂർത്തികൾ കഥകളിത്തം വിടാതെ കഥകളി സംഗീത രംഗത്ത് കർണാടക സംഗീതത്തെ കൂടുതൽ ശ്രദ്ധയോടെ വിന്യസിച്ച് പരിഷ്കാരം വരുത്തി വന്ന കാലത്താണ് പത്തിയൂരിൻ്റെ സഹഗായകനായുള്ള രംഗപ്രവേശം. പ്രത്യേകിച്ചും ഹൈദരലിയുമായുള്ള ഇഴപ്പൊരുത്തം ശങ്കരൻകുട്ടിക്ക് അന്നും പിന്നീടും ഏറെ അവസരങ്ങൾക്ക് വഴിയൊരുക്കി. വേഷം പഠിച്ചതുകൊണ്ടുള്ള മുദ്രാപരിചയവും പാരമ്പര്യവും ശങ്കരൻകുട്ടിക്ക് ലഭിച്ച അപൂർവ സൗഭാഗ്യമാണ്. അർത്ഥഗ്രഹണ സമർത്ഥമായ പദാവിഷ്കരണം കൊണ്ടും ഔചിത്യസുന്ദരമായ ആലാപന ശൈലി കൊണ്ടും ദീപ്തമാണ് ശങ്കരൻകുട്ടിയുടെ സംഗീതം. മുൻ തലമുറയിലെ എല്ലാ കലാകാരന്മാർക്കുമൊപ്പം അരങ്ങിൽ പ്രവർത്തിച്ച അനുഭവത്തിൻ്റെ സമ്പത്ത് പത്തിയൂരിനെ ജനപ്രിയ ഗായകരുടെ ശ്രേണിയിൽ പ്രഥമസ്ഥാനത്ത് അവരോധിക്കാൻ കാരണമായിട്ടുണ്ട്. എല്ലാ കഥകളും കൃതഹസ്തതയോടെ ആലപിച്ച് കൂടുതൽ സാമർഥ്യത്തോടെ ആസ്വാദകരെ തന്നിലേക്ക് ആകർഷിച്ച് അരങ്ങ് നയിക്കുന്ന പത്തിയൂർ ശങ്കരൻകുട്ടിക്ക് ഷഷ്ടിപൂർത്തി വേളയിൽ ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ്ബ് സ്നേഹാദരങ്ങളോടെ സമർപ്പിക്കുന്നു. പുരസ്കാരം സ്നേഹാദരങ്ങളോട് സമർപ്പിക്കുന്നു. 12 ജനുവരി 2025 ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ്ബ് ഇരിങ്ങാലക്കുട. പുരസ്കാരം സമർപ്പിക്കുന്നതിനായി അനിയടനെയും സ്വീകരിക്കുന്നതിനായി പത്തിയൂർ ശങ്കരൻകുട്ടിയും ക്ഷണിച്ചു. ശതകാർത്ഥ സംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം അടുത്തതായി അവാർഡ് സമർപ്പണം സദനൻ ഗോപാലകൃഷ്ണനാണ്. പ്രിയപ്പെട്ട സദനൻ ഗോപാലകൃഷ്ണന് പൊന്നാട അണിയിക്കിന് വേണ്ടി ഡോക്ടർ നാരായണനെയും സുവർണമുദ്ര ചാർത്തുന്നതിന് വേണ്ടി ഡോക്ടർ കൃഷ്ണ പിഷാരടിയും ക്ഷണിച്ചോളൂ. കീർത്തി പത്രിക വായിക്കുന്നതിനായി പ്രദീപ് നമ്പീസിനെ ക്ഷണിച്ചു. ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി പുരസ്കാരം സദനം ഗോപാലകൃഷ്ണൻ. സദനം എന്ന കലാസ്ഥാപനം കഥകളി ലോകത്തിന് സംഭാവന ചെയ്ത ചെണ്ടവാദകരിൽ വാസുദേവനും ശങ്കരനും പിറകിൽ ഗോപാലകൃഷ്ണനുമുണ്ട്. 1961 ഏപ്രിൽ 20 വെളുത്തേടത്ത് പറമ്പിൽ പാറുവമ്മയുടെയും കോട്ടക്കാട്ടിൽ രാമൻ്റെയും മകനായി പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ലക്കിടി പേരൂർ വില്ലേജിൽ അകലൂർ കോട്ടക്കാട്ടിൽ ജനനം. 10ാം ക്ലാസ് കഴിഞ്ഞ് കഥകളിച്ചെണ്ടയിൽ 4 വർഷം ഡിപ്ലോമ, 2 വർഷം പോസ്റ്റ് ഡിപ്ലോമ, 2 വർഷം കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ സ്കോളർഷിപ്പ്, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, കലാമണ്ഡലം ബലരാമൻ, കലാമണ്ഡലം പ്രഭാകര പൊതുവാൾ, കലാമണ്ഡലം അച്ചുണ്ണി പതിവാൾ എന്നിവരായിരുന്നു ഗുരുനാഥന്മാർ. 1984 സദനം കഥകളി അക്കാദമിയിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. 2017 പ്രധാന അധ്യാപകനായി ഇപ്പോഴും തുടരുന്നു. ജന്മായത്തമായ കലാവാസനയും പ്രതിഭയും ചേർന്ന് നിരന്തര പരിശ്രമം കൊണ്ടും അനുസ്യൂതമായ സാധന കൊണ്ടും സമർപ്പണ ബുദ്ധിയോടുകൂടിയ തപസ്യ കൊണ്ടും നേടിയെടുത്ത യന്ത്രസാധ്വീനം ഗോപാലകൃഷ്ണന്റെ ചെണ്ടവാദനത്തെ കലാകാരന്മാർക്കും ആസ്വാദകർക്കും ഒരുപോലെ പ്രിയതരമാക്കുന്നു. താളക്കെട്ടുകളെ അനായാസം കയ്യിലും കോലിലും വിന്യസിക്കാനുള്ള കളരിശിക്ഷയും കൊട്ടിലെ അമരവും ഗോപാലകൃഷ്ണനെ ഒരു മികച്ച വാദകനാക്കുന്നു. ഉദ്ധതമായ സന്ദർഭങ്ങളിൽ ഗോപാലകൃഷ്ണന്റെ ഉത്കടമായ മേളം കൊണ്ട് നടന് ലഭിക്കുന്ന ഉശിരും ഉണർവും ഒന്നുവേറെയാണ്. ഭാവോചിതമായും സ്തോഭജനകമായും ആട്ടത്തിന് കൂടാനുള്ള സിദ്ധിയും അദ്ദേഹത്തിൽ അന്തർലീനമാണ്. സാർത്ഥകമായ പ്രവർത്തനങ്ങളാൽ കലാലോകത്തെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന സദനം ഗോപാലകൃഷ്ണന് ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി പുരസ്കാരം സ്നേഹാദരങ്ങളോടെ സമർപ്പിക്കുന്നു. 12 ജനുവരി 2025 ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ്ബ് ഇരിങ്ങാലക്കുട. കീർത്തിപത്ര സമർപ്പണത്തിനും അവാർഡ് സമർപ്പണത്തിനുമായി അനിയേട്ടനെ ക്ഷണിക്കുന്നു. ഒപ്പം സദനം ഗോപാലകൃഷ്ണനും ക്ഷണിക്കുന്നു.
സംഗമ ഗ്രാമ നാട്യരംഗമിതാ സംഗമ ഗ്രാമ നാട്യരംഗമിതാ. അടുത്തതായി മദ്ദളവാദ്യ രംഗത്ത് വിസ്മയം തീർക്കുന്ന പ്രിയപ്പെട്ട സദനം രാജഗോപാലനാണ്. പ്രിയപ്പെട്ട സദനം രാജഗോപാലന് പൊന്നാടണിയിക്കുന്നതിന് വേണ്ടി ഡോക്ടർ നാരായണ പിഷാരടിയെയും സുവർണ്ണമുദ്രം ചാർത്തുന്നതിന് വേണ്ടി ഡോക്ടർ കൃഷ്ണ പിഷാരടിയും ക്ഷണിച്ചുകൊള്ളുന്നു. ശതകാർത്ഥ സംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം വായിക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് രാജേഷ് തമ്പാനെ ക്ഷണിച്ചുകൊള്ളുന്നു. സദനം രാജൻ എന്നറിയപ്പെടുന്ന രാജഗോപാലൻ സദനം കഥകളി സംഘത്തിൽ മദ്ദളവാദകനായും അധ്യാപകനായും പഞ്ചവാദ്യ പ്രമാണിയായും കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെക്കാലമായി തൻ്റെ കലാസപര്യ തുടരുകയാണ്. 1964 ഫെബ്രുവരി 20 പൂണോത്ത് കുഞ്ഞുകുട്ടൻ നായരുടെയും നിലയങ്കോട് ദേവകി അമ്മയുടെയും 6ാമത്തെ പുത്രനായി പാലക്കാട് ജില്ലയിലെ കേരളശ്ശേരിയിൽ ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം 1981 പേരൂർ ഗാന്ധി സേവാ സദനം കഥകളി അക്കാദമിയിലെ വിദ്യാർത്ഥിയായി ചേർന്നു. കോട്ടയ്ക്കൽ രവി, കടവല്ലൂർ ഗോപാലകൃഷ്ണൻ, തൃപ്പലമുണ്ട, നടരാജവാര്യർ, കലാനിലയം രാജൻ എന്നിവരായിരുന്നു ഗുരുനാഥന്മാർ. ചെറുപ്പളശ്ശേരി ശിവൻ, സദനം ശ്രീധരൻ, കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യർ, കലാമണ്ഡലം അപ്പുക്കുട്ടി പൊതുവാൾ എന്നിവരിൽ നിന്ന് ഉപരിപഠനം നടത്തി. 1987 മുതൽ സദനത്തിൽ അധ്യാപകനായി. കീഴ്പ്പടം കുമാരൻ നായർ, കലാമണ്ഡലം രാമൻകുട്ടി നായർ, കലാമണ്ഡലം പത്മനാഭൻ നായർ തുടങ്ങി പ്രഗത്ഭമതികളായ ഗുരുനാഥന്മാരുടെ കളരിയിൽ ചിട്ടപ്രധാനങ്ങളായ ചൊല്ലിയാട്ടങ്ങൾക്കും അരങ്ങിലും കൂടാൻ അപൂർവാവസരം രാജന് ലഭിച്ചിട്ടുണ്ട്. സഹോദരന്മാർ 7 പേരും വാദ്യകലാകാരന്മാരാണ് എന്ന ഒരു അപൂർവത ഇദ്ദേഹത്തിനുണ്ട്. നാദശുദ്ധി, ഘനം, സാധകം, താളബോധം, ഉപകരണവുമായി പൊരുത്തം എന്നീ ഗുണങ്ങൾ രാജനെ മദ്ദളവാദകരുടെ മുൻനിരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഗുരുനാഥന്മാരുടെയും മറ്റ് പ്രയോക്താക്കളുടെയും കൊട്ടുവഴികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് സ്വാംശീകരിക്കുകയും സ്വകീയമായ പന്ഥാവ് വെട്ടി തുറന്ന് മദ്ദളവാദന രംഗത്ത് സ്വന്തമായ ഒരിടം കണ്ടെത്തുകയും ചെയ്ത കലാകാരനാണ് സദനം രാജഗോപാലൻ. ഷഷ്ടിപൂർത്തിയുടെ നിറവിൽ നിൽക്കുന്ന രാജഗോപാലൻ എന്ന മദ്ദളവാദകൻ്റെ കൈവിരലുകൾക്ക് താളവിസ്മയം തീർക്കാൻ ഒരുപാട് അവസരങ്ങൾ തുടർന്നും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി പുരസ്കാരം സ്നേഹാദരങ്ങളോടെ സമർപ്പിക്കുന്നു. 2025 ജനുവരി 12 ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ്ബ് ഇരിഞ്ഞാലക്കുട. അവാർഡ് സമർപ്പണത്തിനായി അനിയറ്റിനെ ക്ഷണിക്കുന്നു. ഒപ്പം സദനം രാജഗോപാലൻ സ്വാഗതം 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 സ്വാഗതം. അടുത്ത പുരസ്കാരം ചുട്ടിരംഗത്ത് വളരെ സീനിയറായിട്ടുള്ള ഏവർക്കും സുപരിചിതനായിട്ടുള്ള പ്രിയപ്പെട്ട കലാമണ്ഡലം സതീശനാണ്. പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി ഡോക്ടർ നാരായണ പിഷാരടിയെയും സുവർണ്ണമുദ്ര ഗ്രാമ നാട്യരംഗമിതാ സംഗമ ഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥ സംഗമം ആഘോഷിപ്പൂ തുംഗശോഭം. കീർത്തിപത്ര വായനയ്ക്കായി പ്രദീപ് നമ്പീശിനെ ക്ഷണിച്ചോളൂ. ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി പുരസ്കാരം കലാമണ്ഡലം സതീശൻ. കഥകളി വേഷങ്ങൾക്ക് അമാനുഷികതയും ആഹാര്യശോഭയും നൽകുന്നതിനായി അണിയറയിൽ നിശബ്ദ സേവനം അനുഷ്ഠിക്കുന്ന കലാകാരനാണ് അണിയറ ശില്പി. പ്രതലത്തിൻ്റെ നിമ്നോന്നതാവസ്ഥയും ചലന സ്വഭാവവും ചിത്രകാരന് ഒരു വെല്ലുവിളിയാണ്. ചിത്രത്തേക്കാൾ ശില്പബോധമാണ് ചുട്ടി കലാകാരന് വേണ്ടത്.
നടൻ്റെ മുഖവടിവും വലുപ്പവും അനുസരിച്ച് ചുട്ടിയുടെ ആകൃതിക്ക് മാറ്റം വരും. അത് കൃത്യമായി പഠിച്ച് സൗന്ദര്യം നിറഞ്ഞതാക്കാനുള്ള കരവിരുതും മനോധർമ്മവും ചുട്ടികലാകാരന് ആവശ്യമാണ്. മറവഞ്ചേരി MS നാരായണൻ നമ്പൂതിരിയുടെയും ആറ്റുപുറത്ത് പാർവതി അന്തർജനത്തിൻ്റെയും മകൻ സതീശൻ 1957 നവംബർ 17 ജനിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞ് ചുട്ടി കോപ്പുപണി വിഭാഗത്തിൽ വിദ്യാർത്ഥിയായി കേരള കലാമണ്ഡലത്തിൽ ചേർന്നു. N ഗോപാലപിള്ള, രാംമോഹൻ എന്നിവരായിരുന്നു ഗുരുനാഥന്മാർ. പഠനശേഷം 2 ഘട്ടങ്ങളിലായി മാതൃസ്ഥാപനത്തിൽ അധ്യാപകനായി. തുടർന്ന് 1990 മുതൽ 2016 വരെ പേരൂർ ഗാന്ധി സേവാ സദനത്തിൽ സേവനമനുഷ്ഠിച്ചു. ഇപ്പോൾ മൂഴിക്കുളം നേപഥ്യ കൂടിയാട്ടം കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നു. ചുട്ടിയുടെ ഘടനാമികവും കനക്കുറവും കൈവേഗവും തന്നെയാണ് സതീശനെ വ്യതിരിക്തനാക്കുന്ന മൗലിക സവിശേഷതകൾ. എല്ലാ കലാകാരന്മാരോടും അളവറ്റ സ്നേഹവും ബഹുമാനവും പരിഗണനയും നൽകുന്ന സ്വഭാവപ്രകൃതിയും സതീശനെ കഥകളി വേദികളിലെ പ്രിയങ്കരനാക്കുന്നു. ചുട്ടി കോപ്പുപണി രംഗത്ത് സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച് ഇന്നും കൂടിയാട്ട കഥകളി രംഗത്തെ ഏവർക്കും സുസമ്മതനായി നിൽക്കുന്ന സർഗധനനായ കലാമണ്ഡലം സതീശന് ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി പുരസ്കാരം സ്നേഹാദരങ്ങളോടെ സമർപ്പിക്കുന്നു. 12 ജനുവരി 2025 ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ്, ഇരിങ്ങാലക്കുട. പുരസ്കാരം സമർപ്പിക്കുന്നതായി അനിയമംഗലശ്ശേരിയെയും ഇവിടെ ഇരിക്കുന്ന കലാകാരന്മാർ പലരും ഇന്ന് കഥകളിയിൽ പങ്കെടുക്കേണ്ടതാണ്. പ്രധാന വേഷക്കാർ 2 പേരും, ശ്രുട്ടി ആശാനും ബാലസുബ്രഹ്മണ്യ ആശാനും 2 പേരും തുടർന്നുള്ള കഥകളിയിൽ പങ്കെടുക്കാനുള്ളവരായിരുന്നു. അവർക്ക് 2 വാക്ക് സംസാരിക്കാൻ അവരെ നമ്മൾ അനുവദിക്കാം എന്നത് തോന്നുന്നു. കാരണം കളി തുടങ്ങേണ്ടത് വൈകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ. എന്തുകൊണ്ടും ഏറ്റവും മനസ്സിന് ഒരു ആഹ്ലാദം തരുന്ന ഒരു ദിവസമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. 60 കൊല്ലം മുമ്പ് ഏതൊരു ആയ വ്യക്തിയുടെ കയ്യിൽ നിന്നാണോ ഞാൻ ഒരു ഉപഹാരം മേടിച്ചത്, അദ്ദേഹം ഇന്നില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് ഈ 60 കൊല്ലം കഴിഞ്ഞ് എനിക്ക് ഇങ്ങനെ ഒരു പുരസ്കാരം വാങ്ങിക്കാൻ സാധിച്ചു എങ്കിൽ അത് തികച്ചും ഞാൻ സംഗമേശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. സദാ സമയവും കിട്ടുന്ന സമയത്തെല്ലാം അദ്ദേഹത്തെ സ്മരിക്കാറുണ്ട്. അതിൻ്റെ എല്ലാം ഗുണങ്ങൾ എനിക്ക് കിട്ടാറുമുണ്ട്. ഇതിന് പുറമെ ഒരു സ്ഥാപനത്തിലെ 3 വ്യക്തികൾക്ക് അത് കൂട്ടമായിട്ട് ഇങ്ങനെ പുരസ്കാരം കിട്ടുക എന്നുള്ളത് അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ ആ സ്ഥാപനത്തിനെയും നമിക്കുന്നു. ഇതിന് പുറമെ ഇന്ന് പുരസ്കാരമായിട്ടുള്ള ഈ കലാകാരന്മാരെല്ലാം തന്നെ നിത്യേന എന്നോളം എന്നെ രംഗത്ത് സഹായിക്കുന്നവരാണ്. അത് ഒരു കാലത്തും മറക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. അവരെ എല്ലാം ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കുന്നു. ഇതിനൊക്കെ പുറമെ ഇങ്ങനെ ഒരു പുരസ്കാരം തരാൻ മനസ്സു കാണിച്ച ഈ ക്ലബിൻ്റെ എല്ലാ ഭാരവാഹികളെയും, പ്രത്യേകിച്ച് അനിയൻ മംഗലശ്ശേരിയും, ഞങ്ങളൊക്കെ അനിയേട്ടൻ എന്നാണ് വിളിക്കുക, അനിയേട്ടനെയും നമ്മുടെ രമേശൻ നമ്പീശനെയും മറ്റുള്ള എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും എൻ്റെ മുന്നിലിരിക്കുന്ന ആചാര്യന്മാരെ,
കഥകളി ആസ്വാദകർ, മഹൽ വ്യക്തികൾ, ഡോക്ടർ കെ.എം. ഷാരടി, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, എല്ലാവർക്കും നമസ്കാരം. വളരെ ധന്യമായ ഒരു മുഹൂർത്തമാണ് ഇത്. ഞാൻ കലാമണ്ഡലത്തിൽ പഠിക്കാൻ ചേരുമ്പോൾ കണ്ട ആ മഹൽ വ്യക്തിയുടെ പേരിലുള്ള അവാർഡ് കഥകളി ക്ലബ്ബ് ഉണ്ണായി വാലി ഈ ഡോക്ടർ കെ.എം. ഷാരടി സ്മാരക കഥകളി ക്ലബ്ബിലെ ഇത്തവണത്തെ പുരസ്കാരം എനിക്കാണെന്ന് വീട്ടിൽ അനിയേട്ടനും രമേശനും നമ്പീശനും ഒന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. കാരണം ഞാൻ കലാമണ്ഡലത്തിൽ ചേരുമ്പോൾ ആദ്യം കാണുന്നത് ദേഹം മുന്നിലിരുന്ന് കളി കാണുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയുള്ള ദേഹത്തിൻ്റെ പേരിക്ക് കിട്ടുന്ന അവാർഡ് കഥകളിയുടെ കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചു കഥകളിയുമായി മുന്നോട്ട് പോകുമ്പോൾ കഥകളി ഈ ഇരിഞ്ഞാലക്കുട കഥകളി ക്ലബ്ബ് എനിക്ക് തന്ന പ്രോത്സാഹനങ്ങൾ, ഈ അരങ്ങുകൾ ഒന്നും എനിക്ക് മറക്കാൻ സാധിക്കില്ല. അനവധി വേഷങ്ങൾ അവസരങ്ങളും തന്ന് മുന്നോട്ട് പോകുമ്പോൾ ഈ ഉപഹാരം, അതും വലിയ ഒരു മനുഷ്യൻ്റെ ഉപഹാരം കിട്ടുക എന്നാൽ കലാജീവിതത്തിൽ ധന്യമായി. എൻ്റെ കഥകളി ലോകത്തെ ജീവിതത്തിൽ ഒരു ധന്യമായ ഒരു പൊന്തുപോലെ എൻ്റെ മനസ്സിൽ ഇന്ന് നിറഞ്ഞു നിൽക്കും. അതിൻ്റെ കഥകളി ക്ലബ്ബ് ഭാരവാഹികളുടെ നന്ദിയും സന്തോഷവും മാത്രം പറഞ്ഞുകൊണ്ട് കലാലോകത്തിൽ നിങ്ങളുടെ എല്ലാവരും എല്ലായ്പ്പോഴും അനുഗ്രഹം മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. അടുത്തതായി അവാർഡ് സമർപ്പണത്തിനായിട്ട് ഊരകം നാരായണൻ നായരെയും പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി ഡോക്ടർ നാരായണൻ പിഷാരടിയെയും സുവർണ്ണമുദ്രം ചാർത്തുന്നതിന് വേണ്ടി ഡോക്ടർ കൃഷ്ണൻ പിഷാരടിയും ക്ഷണിച്ചു. സംഗമ ഗ്രാമ നാട്യരംഗമിത സംഗമ ഗ്രാമ നാട്യരംഗമിത ശതകാർത്ഥ സംഗമം ആഘോഷിപ്പൂ തുംഗശോ. കൃതിപത്രവായനയ്ക്കായി അഡ്വക്കേറ്റ് രാജേഷ് സമ്മാനം ക്ഷണിക്കുന്നു. ഊരകം നാരായണൻ നായർ തൃശ്ശൂർ ജില്ലയിലെ കടലാശ്ശേരിയിൽ മേലുവീട്ടിൽ നാനിക്കുട്ടിയമ്മയുടെയും ചിറങ്ങാട്ട് ഗോവിന്ദൻ നായരുടെയും രണ്ടാമത്തെ സന്തതിയായി 1956 ഫെബ്രുവരി മാസം 10-ാം തീയതി നാരായണൻ ജനിച്ചു. 4ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞ് 11ാം വയസ്സുവരെ അന്നത്തെ സാഹചര്യങ്ങളെ അതിജീവിക്കാനായി ദൃഢചിത്തതയോടെ മദിരാശിയിലേക്ക് പലായനം ചെയ്തു. ഒട്ടേറെ കറങ്ങി ഒരുപാട് അനുഭവ സമ്പത്തുമായി തിരിച്ചെത്തി. പാചകശാലയിൽ മധുര പലഹാര നിർമ്മിതിയിൽ എണ്ണം പറഞ്ഞ വ്യക്തിയായി മാറാൻ ഇതിനകം നാരായണന് സാധിച്ചു. അയൽവാസിയും ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം മാനേജറുമായിരുന്ന വേങ്ങശ്ശേരി ബാലകൃഷ്ണ മേനോനാണ് അപ്രതീക്ഷിതമായി നാരായണനെ കഥകളി അണിയറയിലേക്ക് ഉപനയിച്ചത്. അദ്ദേഹത്തിൻ്റെ ശുപാർശ പ്രകാരം 1980 അന്നത്തെ അണിയറ ആശാനായിരുന്ന പാണാവള്ളി കൊച്ചുകേശവൻ നായരിൽ നിന്ന് ഉടുത്തുകെട്ടും മറ്റ് അണിയറ പ്രവർത്തനങ്ങളും പഠിച്ചു. കാലക്രമേണ സ്ഥാപനത്തിലെ പ്രധാന അണിയറക്കാരനായി. കോട്ടയ്ക്കൽ PSV നാട്യസംഘം, ഗാന്ധി സേവാ സദനം, തൃപ്പൂണിത്തറ കഥകളി കേന്ദ്രം, പറവൂർ, ചാലക്കുടി, ഇരിങ്ങാലക്കുട തുടങ്ങിയ കഥകളി ക്ലബ്ബുകൾ എല്ലായിടത്തും അണിയറ പ്രവർത്തകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവണങ്ങാട് സർവതോഭദ്രം കലാകേന്ദ്രത്തിൽ പ്രധാന അണിയറ ആശാനായി പ്രവർത്തിച്ചു വരുന്നു. മറ്റൊഴിവ് സമയങ്ങളിൽ സ്വായത്തമായ പാചകവൃത്തിയിലും വ്യാപൃതനാണ്. കഥകളിയെ പ്രാണവായു പോലെ സ്നേഹിക്കുകയും ഏതു കലാകാരൻ്റെയും അഭിരുചി തിരിച്ചറിഞ്ഞ് വേഷമൊരുങ്ങാൻ പിന്തുണ നൽകുകയും കളിയരങ്ങിനെ നയിക്കുകയും ചെയ്തുകൊണ്ട് MN എന്നും കഥകളിയുടെ അവിഭാജ്യനായി മാറി. അണിയറയിലെ നളനുഭാഗവും അടുക്കളയിൽ നളഭാഗവും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഊരകം നാരായണൻ നായർ എന്ന സവ്യസാചിക്ക് ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി പുരസ്കാരം സ്നേഹാദരങ്ങളോടെ സമർപ്പിക്കുന്നു. 2025 ജനുവരി 12 ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ്ബ് ഇരിഞ്ഞാലക്കുട. അവാർഡ് സമർപ്പണത്തിനായി അനിയേട്ടനെയും നാരായണൻ സ്വാഗതം സ്വാഗതം
അടുത്ത പുരസ്കാര സമർപ്പണം. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം കോട്ടയ്ക്കൽ മധുവിൻ്റെയാണ്. പ്രശസ്ത കഥകളി സംഗീതം മാത്രമല്ല, പ്രശസ്ത ഗായകൻ കൂടിയെന്ന് നമുക്ക് കൂട്ടിച്ചേർക്കാം. പ്രിയപ്പെട്ട കോട്ടയ്ക്കൽ മധുവിനെ പൊന്നാട ചാർത്തുന്നതിന് വേണ്ടി ഡോക്ടർ നാരായണ പിഷാരടിയെയും സുവർണ്ണമുദ്രണം നൽകുന്നതിന് വേണ്ടി ഡോക്ടർ കൃഷ്ണ പിഷാരടിയും ക്ഷണിക്കുന്നു. സംഗമ ഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥ സംഗമം ആഘോഷിപ്പൂ തുംഗശോഭം കീർത്തിപത്രം വായിക്കുന്നതിന് വേണ്ടി വിനോദ് വാര്യരെ ക്ഷണിക്കുന്നു. ഇ കേശവദാസ് സ്മാരക കഥകളി പുരസ്കാരം കോട്ടയ്ക്കൽ മധു. ആധുനിക കഥകളി സംഗീതത്തിൻ്റെ ജനകീയ മുഖമാണ് കോട്ടയ്ക്കൽ മധു. കഥകളി ആസ്വാദകർക്കിടയിൽ മാത്രമല്ല, അലസ ശ്രോതാക്കളെപ്പോലും അലൗകിക ആനന്ദത്തിൻ്റെ ഭാവമേഘങ്ങളിലേക്ക് ഉയർത്താൻ കെൽപ്പുള്ളതാണ് മധുവിൻ്റെ ഗേയമാർഗം. 1968 ഒക്ടോബർ 26 സംഗീതപ്രിയരായ ഗോവിന്ദൻ നായർ സത്യഭാമ ദമ്പതികളിലൂടെ പുത്രൻ മധു ഭൂജാതനായി. പരമേശ്വരയ്യരിൽ നിന്ന് കർണാടക സംഗീതത്തിൽ ലഭിച്ച ബാലപാഠങ്ങൾക്ക് ശേഷം കഥകളി സംഗീതമെന്ന പുതിയ പാതയിലേക്ക് വഴിതിരിക്കുകയും കോട്ടയ്ക്കൽ PSV നാട്യസംഘത്തിൽ ചേരുകയും ചെയ്തു. നീലകണ്ഠൻ നമ്പീശൻ, ഉണ്ണികൃഷ്ണക്കുറുപ്പ്, പരമേശ്വരൻ നമ്പൂതിരി, ഗോപാല പിഷാരടി എന്നീ മഹാരഥന്മാരുടെ കീഴിൽ നിഷ്കർഷയോടെ അഭ്യസിച്ചു. അക്കാലത്ത് തന്നെ മാധവൻ നായർ എന്ന ഗുരുവിൽ നിന്ന് 10 വർഷം കർണാടക സംഗീതവും അഭ്യസിച്ചു പോന്നു. പഠനത്തിന് ശേഷം ശങ്കരൻ എമ്പ്രാന്തിരി, ഹൈദരാലി, വെൺമണി ഹരിദാസ്, പാൽനാട് ദിവാകരൻ എന്നിവരോടൊപ്പം ആട്ടവേദികളിൽ മധു പാടി തുടങ്ങി. 1990 നാട്യസംഘത്തിൽ കഥകളി വായ്പാട്ട് അധ്യാപകനായി ചേർന്നു. ഇപ്പോൾ വകുപ്പ് മേധാവിയായി തുടരുന്നു. പൂർണ്ണമായി കഥകളി ചിട്ടകളിൽ അധിഷ്ഠിതമായ കഥകളും സംഗീത പ്രധാനമായ കഥകളും ഒരുപോലെ മധുവിൽ ഭദ്രമാണ്. കഥാപാത്രത്തിൻ്റെ വാചികമായ സംഗീതം മധുവിൻ്റെ കണ്ഠത്തിൽ കൂടി പുറത്തു വരുമ്പോൾ നിർവൃതിദായകമായ ശ്രവ്യാനുഭവമായിത്തീരുന്നു. പ്രേക്ഷകൻ്റെ ദൃശ്യാനുഭവത്തിൻ്റെ സമാസ്വാദ്യതയെ കൂടുതൽ തേജോമയമാക്കുകയും ചെയ്യുന്നു. ആധികാരികമായ സംഗീതജ്ഞാനം കർണാടക സംഗീതജ്ഞരോടൊപ്പം ജുഗൽബന്ദി നടത്താൻ മധുവിന് ആത്മവിശ്വാസം പകരുന്നു. ലളിത സംഗീതവും വഴങ്ങുമെന്നതിനാൽ ചില ചലച്ചിത്രങ്ങളിലും മധുവിൻ്റെ മധുരനാദം അലയടിക്കുന്നു. ആചാര്യന്മാരിൽ നിന്ന് പകർന്നു കിട്ടിയ സംഗീത പാഠങ്ങളെ ജനാഭിരുചി മുൻനിർത്തി പുതുക്കിപ്പണിത് കഥകളി സംഗീതത്തിന് നൂതനമായ ഭാവുകത്വം നൽകി ആസ്വാദക ഹൃദയങ്ങളിൽ അനായാസം ഇരിപ്പിടം ഉറപ്പിച്ച കോട്ടയ്ക്കൽ മധുവിന് സ്നേഹാദരങ്ങളോടെ ഇ കേശവദാസ് സ്മാരക കഥകളി പുരസ്കാരം സമർപ്പിക്കുന്നു. പുരസ്കാരം സമർപ്പിക്കുന്നതിന് വേണ്ടി ക്ലബ്ബ് പ്രസിഡന്റ് അനിയേട്ടനെയും സംഗമ ഗ്രാമ നാട്യരംഗമിതാ സംഗമ ഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥ സംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം. അടുത്തതായി പി ബാലകൃഷ്ണൻ സ്മാരക കഥകളി എൻറോൾമെൻ്റ് ആണ്. എൻറോൾമെൻ്റ് ഈ പ്രാവശ്യം നൽകുന്നത് ആദിത്യൻ ആറിനാണ്. ആദിത്യൻ ആറിനെ പൊന്നാട അണിക്കുന്നതിന് വേണ്ടി ഡോക്ടർ നാരായണ പിഷാരടിയെയും സുവർണ്ണമുദ്രണം നൽകുന്നതിന് വേണ്ടി ഡോക്ടർ കൃഷ്ണ. സംഗമ ഗ്രാമ നാട്യരംഗമിതാ സംഗമ ഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥ സംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം. കീർത്തിപത്രം വായിക്കുന്നതിന് വേണ്ടി പ്രദീപ് നമ്പീശനെ സ്നേഹപൂർവ്വം. ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ്ബ് ഇരിങ്ങാലക്കുട
കഥകളി സ്ഥാപനങ്ങളിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്കുള്ള പി ബാലകൃഷ്ണൻ സ്മാരക കഥകളി എൻഡോവ്മെൻറ്റ് കലാമണ്ഡലം കഥകളി വേഷം വിദ്യാർത്ഥി ആർ ആദിത്യന് സ്നേഹപൂർവ്വം സമ്മാനിക്കുന്നു. 2025 ജനുവരി 12 ഡോക്ടർ കെ എൻ പിഷാരടി തുംഗശോഭം സമർപ്പിക്കുന്നതിന് വേണ്ടി നേരിട്ട് ക്ഷണിക്കുന്നു. സ്വാഗതം 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 സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തീരെ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണിത്. തീരെ വിചാരിച്ചിട്ടില്ല ഈ കഥകളി പുരസ്കാരം എനിക്ക് കിട്ടും എന്നുള്ളത്. എനിക്ക് അധികം സംസാരിച്ച ഒരു വാക്സാമർത്ഥ്യം തീരില്ല. അവിടെ പ്രസംഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തെങ്കിലും 2 വാക്ക് പറയണമല്ലോ വിചാരിച്ചാൽ അതിനിടെ പറഞ്ഞപ്പോൾ പറയണമെന്ന് മാത്രം. എന്തായാലും ഈ പുരസ്കാരം എനിക്ക് നൽകാൻ തീരുമാനിച്ച ഭാരവാഹികളുടെ എല്ലാവരോടും വളരെ സന്തോഷവും നന്ദിയും കടപ്പാടും. പിന്നെ എനിക്കധികം സംസാരിക്കാനില്ല. കൃഷ്ണകുട്ടേശൻ തേക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ വല്ല ചുട്ടി തന്നെ പോകട്ടെ. നമസ്കാരം, നന്ദി. അടുത്ത ആശംസ പറയുന്നതിന് വേണ്ടി ശ്രീവത്സൻ ദിയാടിയെ ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 16 ദിവസമായിട്ട് ഇവിടെ നടന്നു പോരുന്ന ആഘോഷങ്ങളുടെ സമാപ്തി ഒരുക്കുന്ന ഈ സായാഹ്നത്തിൽ ഒരു പറ്റം ആളുകൾക്ക്, കലാകാരന്മാർക്ക് പുരസ്കാരം നൽകി ആദരിച്ചതിൽ ക്ലബിനെ പ്രത്യേകം ശ്ലാഘിക്കുന്നു. ഇന്നിവിടെ ഈ പുരസ്കൃതരായ ആൾക്കാരിൽ കണ്ട ചില സമാനതകൾ ഈ ക്ലബിൻ്റെ തന്നെ സ്വഭാവത്തിൻ്റെ പ്രതിഫലനമായിട്ട് തോന്നി എന്നതും അതെന്താണ് എന്ന് ഒന്ന് വിശദീകരിച്ചാൽ എൻ്റെ യജ്ഞം തീരും എന്നും ഉള്ള ഒരു തോന്നലിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. 16 ദിവസത്തെ ആഘോഷത്തിൽ ചിലതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. മുഴുവൻ ഇവിടെ വരാൻ എനിക്ക് സാധിച്ചതെന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഓൺലൈനായിട്ട് കണ്ട പലതിൽ നിന്ന് നമുക്കൊക്കെ അറിയുന്ന പോലെ ഓരോ പ്രദേശത്തിനും അതിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ഉറവകൾ പലതും ആണ്. അത് കുറച്ചധികം വൈവിധ്യവും ഒരു നറുമ്പാൽസ്വാദ് കൂടിയതുമാണ് ഈ ഇരിഞ്ഞാലക്കുട. അത് നമുക്ക് ഈ പ്രഭാഷണങ്ങളിൽ നിന്നൊക്കെ വ്യക്തമായിരുന്നു. അങ്ങനെയുള്ള ഒരു ആഘോഷത്തിൻ്റെ പരിസമാപ്തിയുടെ ലക്ഷണം മുഴുവൻ ഒത്ത രീതിയിൽ ഇന്നിവിടെ ഈ നവരത്നം എന്ന് ഞാൻ വേണമെങ്കിൽ വിളിക്കാം 9 പേർക്ക് കൊടുത്ത പുരസ്കാരങ്ങൾ എനിക്ക് തോന്നാൻ ഇടയായി. പറയുമ്പോൾ എല്ലാവരും കഥകളിക്കാർ മാത്രമാണ്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഇരിഞ്ഞാലക്കുടയുടെ സാംസ്കാരിക വൈവിധ്യത്തിൽ ഒരു ഘടകം മാത്രമേ കഥകളി ആവുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു രംഗ അല്ലെങ്കിൽ ഒരു കാഴ്ച കലകൾ എന്നുള്ള നിലയ്ക്ക് ദൃശ്യശ്രാവ്യ കലകളിൽ കേരളീയ ക്ലാസിക്കൽ പദ്ധതിയിലൊരു 3 കലകളെങ്കിലും വിശേഷമായിട്ടുള്ളൊരു 3 കലകളുടെ എങ്കിലും വിശേഷമായിട്ടൊരു സംഗമഭൂവാണ് ശരിക്കും ഇരിഞ്ഞാലക്കുട. 1 കഥകളി, 1 കൂടിയാട്ടം, 1 വാദ്യകല. അപ്പം അതിൽ ഈ നമ്മുടെ ഈ കഥകളിയിൽ തന്നെ ഇപ്പം നമ്മളിവിടെ നിന്ന് പുരസ്കൃതനായ ആദ്യത്തെ കലാകാരൻ സദനം കൃഷ്ണൻകുട്ടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം ചെറുതായിട്ടൊന്ന് പരിശോധിച്ചാൽ അദ്ദേഹവും ഇവിടുത്തുകാരനല്ല. പക്ഷേ എത്രയോ കാലമായിട്ട് ഇവിടെ ജീവിച്ചതിൻ്റെയും കൂടി ഇപ്പം അദ്ദേഹം ചില കണക്ക് പറഞ്ഞപ്പോൾ അച്ഛനിൽ നിന്നും മകനിൽ നിന്നും പുരസ്കാരം എന്നൊക്കെ പറയുമ്പോൾ അതിനിടയിൽ 6 പതിറ്റാണ്ടൊക്കെ കടന്നു പോയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നുകൂടിയ ഒരാൾ എന്ന് പറയുമ്പോഴും ഈ സംഗമങ്ങൾ പല രീതിയിലാണ് വരുന്നത്. ഇതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് കുറച്ചു കാലം തെക്കൻ പ്രദേശത്ത് പോയിട്ട് ജീവിക്കാനുള്ള നിയോഗം ഉണ്ടായി. കേരളത്തിന് പുറത്ത് കുറച്ച് കാലത്ത് പട്നയിൽ അദ്ദേഹം പഠിപ്പിച്ചിരുന്നു.
ബോംബെയിൽ കുറച്ച് കാലം ജീവിച്ചിട്ടുണ്ട്. കലാജീവിതം തന്നെയായിരുന്നു അതും. വിദേശ രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആയിട്ടുള്ള അവതരണങ്ങൾ വേറെ. പക്ഷേ ഇതിൽ നിന്നൊക്കെ ചേർന്നിട്ടുള്ളൊരു തരം മുഴുവനായിട്ട് നമുക്കൊരു കല്ലുവഴി സമ്പ്രദായക്കാരന് തളയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള രംഗക്രിയാവിഷ്കാരങ്ങളുടെയും കൂടിയും പ്രയോക്താവാണ് അദ്ദേഹം. ഈ ഇരിഞ്ഞാലക്കുടയ്ക്ക് തന്നെ അതിലൊരു പങ്കുണ്ട്. കാരണം കേരളത്തിൻ്റെ ഈ ഭൂപടത്തിൽ നടുവിലാണ് ഇരിഞ്ഞാലക്കുട വരിക എന്നുണ്ടെങ്കിലും കഥകളിയുടെ ഭൂമികയിൽ ഒരു തെക്ക് വടക്ക് സംഗമസ്ഥലം കൂടിയാണ് ഇരിഞ്ഞാലക്കുട. അതിന് കാരണം ഈ കലാനിലയത്തിൽ പഠിപ്പിച്ചിട്ടുള്ള ആശാന്മാരുടെ ചരിത്രമാണ്. അപ്പോൾ ഇവിടുത്തെ വലിയൊരാശാൻ പള്ളിപ്പുറം ഗോപാലൻ നായരായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിൽ. അതിനെ തുടർന്നുള്ള പല ആൾക്കാരുടെ കണക്കെടുത്ത് നോക്കിയാലും ഇപ്പോൾ തെക്കുന്ന് വന്നുകൂടിയ ആശാന്മാർ ഇവിടെ വന്ന് വടക്കരായി എന്ന് പറയാം. കലാനിലയം രാഘവൻ അതിൽ പെട്ടൊരാളാണ്. കലാനിലയം ഗോപാലകൃഷ്ണൻ സ്ത്രീ വേഷക്കാരൻ, അദ്ദേഹം അതിൽ പെട്ടൊരാളാണ്. കലാനിലയം ഉണ്ണികൃഷ്ണൻ തെക്കുന്ന് വന്ന് ഇവിടെ കൂടിയ ഒരാളാണ്, പാട്ടുകാരൻ. അപ്പം അങ്ങനെ ഈ പല നിരകളിലുള്ള സംഗമത്തിൻ്റെ ഒരു പ്രതിഫലനം ഈ പല കലാകാരന്മാരും കാണുന്ന കൂട്ടത്തിൽ കലാനിലയായിട്ട് നേരിട്ട് ആ അർത്ഥത്തിൽ അഭ്യസന ബന്ധം ഇല്ലാഞ്ഞിട്ടും ഇവിടെ കുറച്ചു കാലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം കലാമണ്ഡലത്തിലും പഠിപ്പിച്ചിട്ടുണ്ട്, സദനത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പട്നയിലുണ്ടായിരുന്നു. ഇവിടെ പ്രശസ്തി പത്രത്തിൽ അതൊക്കെ വായിച്ച് കേട്ടതുമാണ്. പക്ഷേ ഈ ഒരു എന്താണ് ഇതൊക്കെ കൂടി ചേർന്ന് വരുന്ന ഒരു സന്തുലിതാവസ്ഥ എന്നോ സമീകരണം എന്നോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന കലാകാരൻ്റെ എല്ലാവരിലും വെവ്വേറെ രീതിയിൽ കാണാം. അതൊന്ന് ചേർത്ത് കണ്ണി കോർത്ത് പോയാൽ എൻ്റെ ഇവിടുത്തെ തൽക്കാലം എനിക്ക് പിരിയാം. അതിൽ കൃഷ്ണൻകുട്ടിയുടെ കാര്യത്തിൽ ഈ അറിയപ്പെടാത്ത ചില വശങ്ങളും കൂടിയും പറഞ്ഞ എല്ലാവരുടെയും കാര്യത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കില്ല കൃഷ്ണൻകുട്ടിയുടെ 2-3 കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹത്തിൻ്റെ കൈയക്ഷരം. ഇങ്ങനെ ധാരാളമായിട്ട് പടപടാന്ന് വർത്താനം പറയുന്ന ഒരാൾ അതുപോലെ എന്തെങ്കിലും എഴുതി വിടുന്നതാണ് വിചാരിക്കുക. അങ്ങനെയല്ല, അത് കാണേണ്ട ഒരു കൈയക്ഷരമാണ്. അതുപോലെ അദ്ദേഹം ഇതുപോലെ സംസാരപ്രിയനാകുമ്പോൾ അത്രയുണ്ടൊക്കെ പാടുമോ അല്ലെങ്കിൽ സംഗീതമൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് സംശയം തോന്നാം. വാസ്തവത്തിൽ അദ്ദേഹം പാടുന്നു മാത്രമല്ല, ചില പാട്ടുകാരെ അനുകരിച്ചും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊരു നർമ്മവും ഉള്ളതുണ്ട്. ഏത് വശമാണോ ചില പാട്ടുകാരിൽ മുഴച്ച് നിൽക്കുക, വേറിട്ട് നിൽക്കുക, അതിനെ എടുത്ത് കാണിക്കുന്ന രീതിയിൽ അദ്ദേഹം പാടി കേൾക്കാം. ഇതൊക്കെ ഒരു സംഘമാണ് ഒരർത്ഥത്തിൽ. ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ധാരാളമായിട്ട് കൊട്ടിപ്പാടുന്ന ആളാണ് അമ്പലത്തിൽ എന്ന് പറയുന്ന കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യം. അദ്ദേഹം ഇവിടുത്തെ പേര് അദ്ദേഹത്തിന് അച്ഛനമ്മമാരെ പരിചയപ്പെടുത്തപ്പോൾ ഭാര്യയെന്നും മാരാത്തെന്നൊക്കെ കേട്ടു എന്ന് പറഞ്ഞാൽ എല്ലാ മാരാന്മാരൊന്നും അങ്ങനെ പാടിക്കൊള്ളുന്നൊന്നുമില്ല. ധാരാളമായിട്ട് അമ്പലങ്ങളിൽ കൊട്ടിപ്പാടി, ഇടയ്ക്ക് കൊട്ടി, അദ്ദേഹത്തിന് ചെണ്ടയിൽ കയ്യൂരുളും, സാമാന്യം വൃത്തിയായിട്ട് കൊട്ടും, അങ്ങനെ പാടും. ആ മാതിരി സിദ്ധികളും ഉള്ള ഒരാളാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ സദനം കൃഷ്ണൻകുട്ടിയുടെ കാര്യത്തിൽ അദ്ദേഹം നമ്മൾ പൊതുവേ നേരെ കീഴ്പ്പടം കുമാരൻ നായരുടെ ശിഷ്യത്വം കൽപ്പിച്ച് അങ്ങനെ കൊടുത്ത് അങ്ങനെ ഒരു ചാപ്പ വീണിട്ടുണ്ടെങ്കിൽ പോലും കീഴ്പ്പടം കുമാരൻ നായരുടെ നേരിട്ട് ശിഷ്യത്വം കിട്ടിയിട്ടുള്ള വേറെ പലരിലും കാണാത്ത ചലനങ്ങൾ കൃഷ്ണൻകുട്ടിയുടെ ശരീരത്തിൽ കാണാൻ വേഷം കെട്ടി കഴിഞ്ഞാൽ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പ്രഥമ ഗുരുനാഥനായിട്ടുള്ള തേക്കുംകാട്ട് രാമുണ്ണി നായരുടെ ആവണം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളാരും കാണാതെ പോയ, ചരിത്രത്തിൽ ഒരു നിരയ്ക്കും വിഷ്വലായിട്ട് രേഖപ്പെടുത്താൻ യോഗമില്ലാതെ പോയ രാമുണ്ണി നായരുടെ എന്തൊക്കെയായിരുന്നു ശരീരവഴക്ക അല്ലെങ്കിൽ ദേഹത്തിൻ്റെ ഭാഷ എന്നുള്ളത് ഒന്ന് ഊഹിച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉദാഹരണം ഇന്നും സദനം കൃഷ്ണൻകുട്ടിയാണ്. ഇതേ കാര്യം ബാലസുബ്രഹ്മണ്യൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിനെ പൊതുവെ കലാമണ്ഡലം ഗോപിയുടെ അടുത്ത തലമുറക്കാരനായിട്ടൊരു കാലത്തെങ്കിലും ചാപ്പ കുത്തിയിരുന്നു. കുറേയൊക്കെ ശരിയായിരുന്നു താനും. എന്നാൽ
ഈ 70കളുടെയൊക്കെ തുടക്കത്തിൽ, അതായത് വളരെ പണ്ട് തന്നെ, ഒരു 50 വർഷം മുൻപ് തന്നെ അദ്ദേഹം കലാമണ്ഡലത്തിൽ നിന്ന് പുറത്തിറങ്ങിയ കാലത്ത് ഗുരുവായൂരുള്ളപ്പോൾ വാസുപിഷാരുടെ കൂടെയുള്ള സഹകരണത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഇന്നും കുറഞ്ഞ പക്ഷം ചില ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ സ്റ്റില്ലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീസ് ചെയ്തിട്ടുള്ള വിഷ്വലിൽ അദ്ദേഹത്തിന് ആരുടെയെങ്കിലും ചായ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒക്കെ വാസുപിഷാരുടെ ചായയാണ് തോന്നാറുള്ളത്. അപ്പം ആ ഒരു അർത്ഥത്തിൽ ഗോപിയാശാൻ്റെയും വാസുവേട്ടൻ്റെയും ഷാരുടി വാസുവേട്ടൻ്റെയും ഒരു സംഗമം പോലെ തോന്നാം ചില നേരത്തെങ്കിലും ബാലസുബ്രഹ്മണ്യൻ എന്ന് തോന്നാറുണ്ട്. മൂന്നാമത് ഉള്ള നമ്മുടെ അതിന് കൃത്യം പട്ടിക പ്രകാരം ഞാൻ പോയില്ലെങ്കിലും എനിക്ക് പരിചയമുള്ള ചില ആൾക്കാരുടെ കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് ഞാൻ ഔപചാരികമായിട്ട് അവസാനിപ്പിക്കട്ടെ. നമ്മുടെ സദനം ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആളെ ഇവിടെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിര ആശാന്മാരുടെ കാര്യം പറഞ്ഞപ്പോഴും അതിൽ വ്യംഗ്യം കിട്ടാതെ പോയൊരു സംഗതി അദ്ദേഹത്തിന് കണ്ടമാന ശിഷ്യർ മേളത്തിലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഒറ്റപ്പാലത്ത് നിന്ന് കിഴക്ക് അകലൂർ പത്തിരിപ്പാല പ്രദേശത്ത് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള മേളക്കാർ കുട്ടികൾ, അതായത് പൂരം, വേല, താലപ്പൊലിക്കൊക്കെ കൂട്ടുന്ന പഞ്ചാരി, പാണ്ടി മേളങ്ങളുടെ യുവാക്കൾ നല്ലൊരു പങ്കും ഈ പറയുന്ന ഗോപാലകൃഷ്ണൻ്റെ ശിഷ്യരാണ്. അതിൻ്റെ എണ്ണം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിഭീകരമാണ്. അത് അദ്ദേഹത്തിൻ്റെ എത്രയുണ്ട് എന്നുള്ളതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ ജനപ്രിയത അറിയണമെന്നുണ്ടെങ്കിൽ ഈ മെയ് മാസത്തിൽ വരുന്ന ഒരു ആഘോഷം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ധനസമ്പുഷ്ടിയും അതിന് പൊതുവെ പങ്കെടുക്കാനിരിക്കുന്ന ആൾക്കാരുടെ ഒരു ആഴവും വൈവിധ്യവും ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. ഗോപാലകൃഷ്ണൻ ഈ ചെണ്ടയിൽ കഥകളി മേളത്തിനൊപ്പം ഈ പഞ്ചാരി പാണ്ഡികളിലുള്ള സ്വാധീനവും അതിലുണ്ടാക്കിയിട്ടുള്ള ശിഷ്യസമ്പത്തിൻ്റെ വലിപ്പവും. അദ്ദേഹത്തിൻ്റെ തൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള രാജൻ എന്ന രാജഗോപാലൻ ഇന്നും ഇവിടെ കണ്ടു. ആകെ ഒരു പകപ്പുള്ള പോലെയാണ്. ഇങ്ങനെയാണ് പൊതുവെ രാജൻ പെരുമാറുക. അത് വളരെ നിശബ്ദമായിട്ട് നിൽക്കുമ്പോഴും രാജൻ്റെ ഉള്ളിലെ സാരസ്യം അസാമാന്യമാണ്. രാജൻ ഒരു ഞാൻ ആരുമല്ല എന്നുള്ള ഛായയിൽ നിന്ന് നമ്മളിൽ നിന്നുള്ളതൊക്കെ ഊറ്റിയെടുത്ത് നമ്മളെ തന്നെ പിന്നീട് ചില നേരങ്ങളിൽ നമ്മൾ പോലും ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ചിലപ്പോൾ അത് അതുപടി അനുകരിച്ചും ചെയ്യുന്ന ഒരാളാണ്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള വശം. അതിനൊപ്പം ഇവിടെ ഒരു സൂചന മാത്രമേ കുട്ടിയുള്ളൂ, പക്ഷെ അത് മുഴുവനായിട്ട് പുറത്തു വരാഞ്ഞൊരു ഭാഗം സദനം രാജൻ എന്ന് പറയുന്ന ആൾ മുഴുവനായിട്ട് കളിക്കൊട്ടുകാരനല്ല. ഏതാണ്ട് കോട്ടയ്ക്കൽ രവിയെ പോലെയോ ആ തരം ചെപ്രശ്ശേരി ശിവനെയൊക്കെ പോലെ അദ്ദേഹം ഒരു കാലത്ത് ധാരാളമായിട്ട് പഞ്ചവാദ്യത്തിന് പോയിരുന്നു. അദ്ദേഹം പഞ്ചവാദ്യത്തിന് നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം ആരോ അടുത്താരോ പറയുന്നത് കേട്ടു, ആ ഉയരം കൊണ്ടും ആ അമരം കൊണ്ടും നാദം കൊണ്ടും ഈ തൃക്കൂർ രാജൻ മരിച്ചതിന് വേണമെങ്കിൽ നമുക്കൊരു ആളെ അന്വേഷിക്കേണ്ടി വന്നിരുന്നില്ല എന്നുള്ളത്. ഇന്നിപ്പോൾ ഇത് ലേശം അതിശയോക്തിയായിട്ട് തോന്നാം. കാരണം രാജൻ നല്ലൊരു പ്രായത്തിൽ തന്നെ പഞ്ചവാദ്യത്തിന് എന്തോ കാരണവശാൽ കുറേശ്ശായിട്ട് പിന്നാക്കം പോയി. പിന്നെ അങ്ങനെ അധികം അതിൽ വന്നൊന്നുമില്ല. പക്ഷേ രാജൻ്റെ കയ്യിൻ്റെ ശുദ്ധിയെ പറ്റിയിട്ടും നാദത്തിൻ്റെ ഗരിമയെ പറ്റിയിട്ടും ആദ്യം തന്നെ സൂചനകൾ നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കളരിയിലുണ്ടായിരുന്ന കീഴ്പ്പഴം കുമാരൻ നായരാണ്. എപ്പോഴും കുമാരൻ നായരശൻ പറയും രാജൻ്റെ കയ്യ്. അത് സദന ഹരികുമാർ അദ്ദേഹത്തിനൊപ്പം ശിഷ്യനായിട്ടുള്ള ഹരികുമാർ ഇത് ഇടയ്ക്കിടയ്ക്ക് പറയാറുമുണ്ട്. എന്ന് മാത്രമല്ല ഈ വിശേഷിച്ച് വാസനാവൈഭവോ തിണ്ണമെടുക്കുകയൊന്നുമില്ലാതെ സ്വയം അധ്വാനിച്ച് ആദ്യത്തെ വളരെ പരുങ്ങലായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് പടപൊരുതി മുന്നാക്കം വന്ന് ഈ വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് സാധകം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2:30 തന്നെ എഴുന്നേറ്റ് 2:45 മുറിയിലെത്തിയിട്ട് ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ ഒറ്റയ്ക്ക് കൂട്ടുക. അതിനെ പറ്റിയിട്ട് ആ കാലത്തൊരു പരാതിയും കൂടിയായിരുന്നു. അത് ബാക്കിയുള്ളവർക്ക് ഉറങ്ങാനും സമ്മതിക്കില്ല, ബാക്കിയുള്ള കുട്ടികൾ വൈകി വന്നു എന്നുള്ള ഛായയും വരും എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു സ്വയം അധ്വാനിച്ച് വലുതായിട്ടുള്ളൊരു ചരിത്രം കൂടിയുണ്ട് രാജന്. സതീശൻ എന്ന് പറയുന്ന ചുട്ടിക്കാരനും ഈ സദനത്തിൽ തന്നെ ജോലി ഉണ്ടായിരുന്ന ആളായിരുന്നു. സതീശൻ്റെ സംഗമം ഇതല്ല, അതും ഇവിടെ ചെറുതായിട്ട് പറഞ്ഞു പോയി, പക്ഷേ അതിന് വ്യക്തത ഇല്ലാതെ പോയി. കൂടിയാട്ടത്തിലും കഥകളിയിലും ഒരുപോലെ വൈഭവമുള്ള ചുട്ടിക്കാരൻ ആണ്
കലാമണ്ഡലം സതീശൻ. അങ്ങനെ നമ്മൾ അധികം പേരെ കാണില്ല. കാരണം കൂടിയാട്ടത്തിലുള്ള ചുട്ടിക്കാരെ പൊതുവെ കുറച്ചേ ഉള്ളൂ. അപ്പം അത് ആ ഒരു വശം കൂടിയും ഈ സതീശൻ്റെ ഈ എവിടെ നിന്നാലും അവരുടെ ഒരു ആളായിട്ട് ഇണങ്ങിപ്പോരാനുള്ളൊരു തഴക്കം കൊണ്ടും കൂടി സിദ്ധിച്ചെടുത്തുള്ളൊരു കാര്യമാണ്. ഒരു ചെറിയൊരു നർമ്മം ചേർത്ത് പറഞ്ഞാൽ സതീശൻ്റെ വേറൊരു സംഗമം സതീശൻ കാണാത്ത ജെയിംസ് ബോണ്ട് പടങ്ങളില്ല എന്നുള്ളതാണ്. അത് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. ധാരാളമായിട്ട് ഇംഗ്ലീഷ് സിനിമ ഫോളോ ചെയ്യുന്ന ആളാണ്. പലർക്കും പല ഇപ്പോൾ കോട്ടയ്ക്കൽ മധു എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിൻ്റെ ആളാണെന്ന് എല്ലാവരും പറയും. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ അങ്ങനെയും കൂടി അല്ലാതെ ഇത് വളരെ നിഷ്കർഷയായിട്ട് അതിനെയൊക്കെ പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാനും കൂടി പ്രാപ്തിയുള്ള വളരെ പണ്ട് മുതലൊക്കെ ഇംഗ്ലീഷ് പടങ്ങൾ ഹോളിവുഡ് പടങ്ങൾ കാണുകയും അതിൽ തന്നെ ഈ ജെയിംസ് ബോണ്ടിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ നമ്മുടെ സതീശേട്ടൻ. ഈ ഒരു പത്തിയൂർ ശങ്കുരൻകുട്ടിയുടെ കാര്യം സദനക്കാർ കഴിഞ്ഞതിന് ശേഷം മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും ഒരു സൂചന മാത്രം നൽകിപ്പോയൊരു കാര്യം, RLVയിൽ ചിട്ടപ്പടി കർണാടക സംഗീതം കനത്തിൽ അഭ്യസിച്ച ആളാണ് പത്തിയൂർ ശങ്കരൻകുട്ടി. അങ്ങനെ ഇപ്പോൾ കോട്ടയ്ക്കൽ മധുവിൻ്റെ ബയോഡേറ്റയിൽ നമ്മൾ കേട്ടു 10 കൊല്ലം പഠിച്ചു. ഇതതുമല്ല, ഇതൊരു സ്ഥാപനത്തിൽ ചേർന്ന് ഗാനപ്രവീണം ഗാനഭൂഷണമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അതുമാത്രമല്ല, അതിൻ്റെയും കൂടി ഒരു പ്രതിഫലനം എന്നുള്ള പോലെ അദ്ദേഹം പിന്നീട് കഥകളി സംഗീതത്തിൽ വന്നപ്പോൾ കഥകളി സംഗീതത്തിൽ ഒരു നിലയ്ക്കും ഇണങ്ങിപ്പോവാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന 2 നാദങ്ങളെ അദ്ദേഹത്തിന് കോർത്തിണക്കാൻ പറ്റി എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. തുടക്കകാലങ്ങളിൽ കലാമണ്ഡലം ഹൈദരാലിയുടെ ചായലൊരു ചിത്രശലഭ മട്ടിൽ പാടിയിരുന്നപ്പോൾ പിന്നീട് ചില ഗുരുത്വം ശിഷ്യത്വമൊക്കെ കൂടി കാരണം കൊണ്ട് വളരെ സമ്പുഷ്ടമായിട്ടുള്ള ശബ്ദമുള്ള കലാമണ്ഡലം ഗംഗാധരൻ്റെ ബാണിയിലേക്ക് അദ്ദേഹം എപ്പോഴോ പതുക്കെ കണ്ട് ചേക്കേറുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതധികം പേരും അങ്ങനെ കൊട്ടി ഘോഷിക്കാറില്ല. ഇത് ഒട്ടും എളുപ്പമല്ല താനും. കാരണം ഇത് ഒരിക്കലും ഒക്കാത്ത 2 ബാണികളാണ്. അതുപോലെ തന്നെ ഈ വേറൊരു സംഘം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് കഥകളി വേഷം പഠിച്ച് പിന്നീട് കഥകളി പാട്ടിലേക്ക് പോയിട്ടുള്ള ഒരാളും കൂടിയാണ്. അത് ചുരുക്കം പേരെ ഇന്നുള്ളൂ. എനിക്ക് തോന്നുന്നു നെടുമ്പള്ളി രാമമോഹൻ ഒരാളാണ്. കലാമണ്ഡലം യശ്വന്തോ അങ്ങനെ ചെറുപ്പക്കാരിലൊരാളുണ്ട്. ഇവിടുത്തെ തന്നെ കലാനിലയം ഉണ്ണീഷന് ആദ്യം ഇവിടെ ചേർന്നിട്ടുള്ളത് വേഷക്കാരനായിട്ടായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ഭജന പാടിയിരുന്ന നേരത്തെ കുട്ടിയുടെ ശബ്ദ സൗകുമാര്യവും ശുദ്ധതയും കൂടി ചേർന്നിട്ട് മനസ്സിലായി ഇപ്പം പാട്ടിലേക്ക് നന്നാവുന്നുണ്ട് പോയതാണ്. അപ്പം എന്നാലും ഇങ്ങനെ ഈ കഥകളി വേഷത്തിൽ നിന്ന് പാട്ടിലേക്ക് സംക്രമിക്കുക, കഥകളി പാട്ടിൽ പിന്നീട് വന്നപ്പോഴും ആദ്യം പാടിയിരുന്ന ശൈലിയിൽ നിന്ന് വേറൊന്നിലേക്ക് പോവുക, ഇതൊന്നും മുഴുവനല്ലാതെ സ്വന്തമായിട്ടൊരു ശൈലിയിലേക്ക് അത് വികസിതമാവുക എന്നുള്ളതൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണ് പത്തിയൂർ ശങ്കരൻകുട്ടി. അതും ഒരു പലതരം ബാണികളുടെ സംഘമായിട്ട് ഞാൻ കാണുന്നു. 2-3 പേരുടെയും കൂടി കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ മേളകലയുടെ ഒരു വിസ്മയം, ഞാൻ ഇരിഞ്ഞാലക്കുടയുടെ കാര്യം പറഞ്ഞപ്പോൾ നമുക്കൊരു പെട്ടിക്കാരിൽ നിന്നോ ഒരു അണിയറിയ ശില്പിയിൽ നിന്നോ പ്രതീക്ഷിക്കാവുന്നൊരു പേരല്ല പൊതുവെ ഈ ഊരകം. ഊരകം പെട്ടെന്ന് വരുമ്പോൾ ഊരകത്തമ്മയും തിരുവടിയും മേളവും ഒരു പക്ഷേ പെരുവനെന്ന് കേൾക്കുന്നതിനെക്കാട്ടിലോ ചേർപ്പെന്നോ ആറാട്ടുകളോ എന്നുള്ളതിനെക്കാട്ടിലൊക്കെ എന്തോ ഒരു തരത്തിലുള്ള കൂടുതൽ ഈ സാമ്പ്രദായിക മേളത്തിൻ്റെ ഒരു നാദം കിട്ടുന്നൊരു സ്ഥലമാണ് ഊരകം. അപ്പം അവിടെ നിന്ന് വരുന്ന ഒരാൾക്ക് ഈ തരം കലയിലേക്ക് വരുമ്പോൾ എൻ്റെ ഒരു സ്വപ്നം പോലെയോ അല്ലെങ്കിൽ ഒരു ഊഹം പോലെ പറഞ്ഞാൽ ഈ ആനയുടെയും ചമയത്തിൻ്റെയും അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു ദൃശ്യം. ഇപ്പം കടലാശ്ശേരിയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം എന്ന് പറയുന്നത്. ഈ കടലാശ്ശേരി എന്ന മേളത്തിൻ്റെ ഒരു കനപ്പെട്ട സ്ഥലമാണ്. ആറാട്ടുപുഴ പൂരങ്ങളിൽ കനപ്പെട്ടൊരു പൂരമാണ് അവിടുന്ന് പോകാറുള്ളത്. അപ്പോൾ അങ്ങനെയും ഉള്ള ഒരു ദൃശ്യ സംസ്കാരം എവിടെയെങ്കിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ അണിയറ പ്രവർത്തനങ്ങളെയും കഥകളിയിൽ ബാധിച്ചിട്ടുണ്ടാവും, സ്വാധീനിച്ചിട്ടുണ്ടാവും, അതിനെ പുഷ്ടിപ്പെടുത്തിയിട്ടുണ്ടാവും എന്ന് ഞാൻ ഊഹിക്കുന്നു. അടുത്ത കൊല്ലം അദ്ദേഹത്തിൻ്റെ 70-ആണെന്ന് ഈ ചർച്ചയിൽ നിന്നുള്ള ഇന്നത്തെ പ്രശസ്തി പത്രങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നു. ഈ 70 എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അവസാനത്തെ ഈ കോട്ടയ്ക്കൽ മധുവിൻ്റെ കാര്യം
പറഞ്ഞതിൽ നിന്ന് അതിലും ഒരു ചില വാണി സംഗമങ്ങളുണ്ട്. ഇപ്പോൾ കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ്റെ ശിഷ്യരിൽ ഏറ്റവും ചെറുപ്പക്കാരിൽ ഈ അറ്റത്ത് നിന്ന് ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏറ്റവും ചെറിയ ശിഷ്യൻ, ഏറ്റവും ജൂനിയറായിട്ടുള്ള പയ്യനായിട്ട് തുടങ്ങിയ ഒരാൾ ക്രമേണ പോയിട്ടുള്ള ആ ബയോഡേറ്റയിൽ അവസാനം സിനിമാ സംഗീതത്തിനും കൂടി പാടി എന്ന് പറയുമ്പോൾ അതിൽ നടന്നിട്ടുള്ള സംഗമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആലോചിച്ചാൽ അറിയാവുന്നേ ഉള്ളൂ. ക്രിക്കറ്റിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഈ പയ്യൻ ആദിത്യൻ, അത് കാര്യമായിട്ട് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ലെങ്കിലും അദ്ദേഹത്തിന് ആ കുട്ടിക്കൊരു 10-20കളുടെ തുടക്കത്തിലാണ് പ്രായം എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനേക്കാൾ ആ പയ്യനേക്കാൾ ഒരു 60 വയസ്സ് മൂപ്പുള്ള ആളാണ് നമ്മൾ ആദ്യം ഇവിടെ പുരസ്കാരം നൽകി ആദരിച്ച സദനം കൃഷ്ണൻകുട്ടി. അതിനർത്ഥം അദ്ദേഹത്തിന് 84 ശതാഭിഷേകം ഈ വർഷം അവസാനം ഇവിടെ വരികയാണ്. നവംബർ 9 എന്താണെന്ന് വെച്ചാൽ അതിനെ സംബന്ധിച്ചൊരു ആത്മകഥ, ഒരു ജീവിത കഥയുടെ ഒരു പണി നടക്കുന്നുണ്ട്. അതും മുഴുവനാക്കേണ്ട ഒരു ചുമതലയുടെ നടുവിലും കൂടിയാണ് സഹൃദയ ലോകം. അപ്പോൾ അതും ഭംഗിയാവട്ടെ എന്നും അതിലേക്കുള്ള കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ഞാൻ കൂട്ടത്തിൽ ആശംസിക്കുന്നു. അതിലേക്കുള്ള സഹകരണങ്ങളും ഉറപ്പുവരുത്തുന്നു. ഒപ്പം തന്നെ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ പ്രായം കൊണ്ടും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒന്ന്, പത്തിയൂർ ശങ്കരൻകുട്ടി ഇപ്പോൾ ഈ അടുത്ത് 2 ദിവസവും 3 ദിവസവും മുൻപോ 60 തികച്ച ആളാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അരങ്ങ് ജീവിതത്തിന് 50 വർഷം പിന്നിടുകയും ചെയ്തു. സദനം രാജൻ 60ൻ്റെ വക്കിലാണ്. അദ്ദേഹത്തിൻ്റെ 60 ഈ വരുന്ന മാസം സദനത്തിലെ ശിഷ്യർ കൂടി കൊണ്ടാടുകയാണ്. കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ മാസങ്ങൾക്കകം 70 തികയ്ക്കാൻ പോവുകയാണ്. സപ്തതിക്കാരനായിട്ട് മാറുകയാണ്. അപ്പോൾ മുൻപ് ഞാൻ പറഞ്ഞ ഈ ഊരകൻ നാരായണൻ നായരും 70ൻ്റെ വക്കിലാണ്. ഇങ്ങനെ ചില പ്രായക്കാരുടെയും കൂടിയും കാര്യം നമ്മൾ ആ സമയം വരുമ്പോൾ പിറന്നാളെ സംയുക്തമായിട്ട് ആഘോഷിക്കണം എന്നുള്ളതും കൂടി ഓർമ്മിച്ചുകൊണ്ടും ഒരു 60 വയസ്സിൻ്റെ റേഞ്ചിലുള്ള, അതായത് ഒരു 10-24 വയസ്സ് മാത്രം തികഞ്ഞൊരു പയ്യനെയും 84 ആവാൻ നിൽക്കുന്നൊരു കഥകളി ആശാനെയും ഒരേ വേദിയിൽ കൊണ്ടുവന്ന് ഒരു പകുതി പുരുഷായുസിൻ്റെ വലിപ്പം നമുക്കൊക്കെ കാണിച്ചു തന്നതും കൂടിയും ആലോചിച്ചാലുള്ള അത്ഭുതം കൂടിയും രേഖപ്പെടുത്തിക്കൊണ്ടും ക്ലബിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഇത്രയും കലാകാരന്മാരെ ഒന്നിച്ച് കാണാനും അവരെക്കുറിച്ച് സംസാരിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഈ മഹനീയ വേദിയിൽ ശ്രീവത്സൻ തിയ്യാടിയെ സുവർണമുദ്രം നൽകി ആദരിക്കുകയാണ്. അനിയൻ ചേട്ടനെ ക്ഷണിക്കുന്നു. സംസാരിക്കുന്നതിന് ഡോക്ടർ നാരായണ പിഷാരിയെ ക്ഷണിക്കുന്നു. വേദിയിലെ ബഹുമാന്യരെ, വിശിഷ്ടാതിഥികളെ, നമസ്കാരം. ഡോക്ടർ KN പിഷാരിയുടെ പ്രതിനിധിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇത്ര ബൃഹത്തായ ഒരു ഗോൾഡൻ ജൂബിലി ഞാൻ കണ്ടിട്ടില്ല. ഏത് നടത്താൻ ഇരിഞ്ഞാലക്കുടക്കാർക്ക് മാത്രമേ സാധിക്കൂ. ഉണ്ണായി വാര്യരുടെ നളചരിത്രത്തെക്കുറിച്ച് വളരെ വ്യാപ്തിയോടെ ഗഹനമായ പഠനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. പ്രഭാഷണങ്ങളും സോദാഹരണ പ്രഭാഷണം, പിന്നെ കഥകളി, മോഹിനിയാട്ടം, ഭരതനാട്യം, കച്ചിപ്പുടി, എല്ലാ തരത്തിലുള്ള ഉപാധികളും സ്വീകരിച്ച് അവരിവിടെ ഒരുക്കിയ ഈ മഹായജ്ഞം അത്ഭുതാവഹമാണ്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇവിടെ സുദീർഘമായ ഒരു പ്രസംഗത്തിൽ നിന്ന് മുതിരുന്നില്ല. എല്ലാ കലാസ്നേഹികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. അടുത്തായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി പത്തിയൂർ ശങ്കരൻകുട്ടിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചോളും. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഏറെ അഭിമാനവും സന്തോഷവും തരുന്ന ഒരു ദിവസമാണ്, ഒരു നിമിഷമാണ്. അത് വേറെ, ഞാൻ ഈ ക്ലബ്ബ് തുടങ്ങിയിട്ട് 50 വർഷം
ത്തിലേക്ക് കടക്കുന്നു. അതുപോലെ തന്നെയാണ് ഞാനും കഥകളി അരങ്ങിലേക്ക് പ്രവേശിച്ചിട്ട് ഇന്ന് 50 വർഷം പൂർത്തിയായി. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ 60-ഉം കളിയരങ്ങിലെ 50-ഉം പൂർത്തിയായ ഈ വേളയിൽ, ഈ നിമിഷത്തിൽ എന്നെ ആദ്യം ആദരിച്ചതും അവാർഡ് തന്നതും എല്ലാം ഈ ക്ലബിൽ നിന്നാണെന്നുള്ള ഒരു വലിയ സന്തോഷം എനിക്ക് പറയാതിരിക്കാൻ പറ്റും. അപ്പോൾ അതിനെന്നെ തിരഞ്ഞെടുത്ത എല്ലാവർക്കും, അതിൻ്റെ ഭാരവാഹികളായ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി സദനം ഗോപാലകൃഷ്ണനെ ക്ഷണിച്ചു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ ഗുരുനാഥന്മാർക്കും എല്ലാവർക്കും നമസ്കാരം. എനിക്കറിയാം ഇവിടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പക്ഷേ എങ്കിലും ഒരു വാക്ക് നന്ദി എന്നൊരു വാക്കെങ്കിലും പറയാതെ പോയാൽ ഞാൻ നന്ദിയില്ലാതെ ആയിരിക്കുമോ, നന്ദി ഇല്ലാത്ത ആളായി മാറരുതല്ലോ എന്ന് വിചാരിച്ചാണ് 2 വാക്ക് പറയാമെന്ന് പറഞ്ഞത്. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഇന്ന് പോകേണ്ടതായിരുന്നു, പക്ഷേ ഇന്ന് പോകാൻ പറ്റും തോന്നുന്നില്ല. സാരില്ല. പിന്നെ എന്നെ ഇതിന് പ്രാപ്തനാക്കിയിട്ടുള്ള എൻ്റെ ഗുരുനാഥന്മാർ, അതിൽ എൻ്റെ വിശേഷപ്പെട്ട ഗുരുനാഥൻ ഇവിടെയുണ്ട്, കലാമണ്ഡലം ഉണ്ണികൃഷ്ണാശാൻ. അപ്പോൾ ആ ആശാനോടെങ്കിലും എനിക്ക് അങ്ങനെയുള്ള ഇത് ഞാൻ 2 വാക്ക് പറഞ്ഞ് ഇവിടെ നിന്ന് പോയിട്ടില്ലെങ്കിൽ എനിക്ക് മനസ്സിനൊരു സമാധാനം കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വേണുമാഷോട് പറഞ്ഞത് 2 വാക്ക് ഞാൻ പറയണം എന്നുള്ളത്. പിന്നെ ഇപ്പോൾ ക്ലബിൻ്റെ കാര്യം പറഞ്ഞ മാതിരി എല്ലാവരും പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് കാലം മുമ്പ് തന്നെ ഈ ക്ലബ്ബിൽ വരുന്ന കുറുപ്പാശക്കർ കുറുപ്പാശാനൊക്കെ പാടുന്ന കാലത്തും രാമവരരാശാൻ ആ സമയത്തൊക്കെ ഞാൻ കളിക്ക് വന്നു. ഒരു പക്ഷേ 3-ാം ചെണ്ടക്കാരനാവാം, അതല്ലെങ്കിൽ പിന്നീട് അത് പതുക്കെ 2-ാം ചെണ്ടക്കാരനായി മാറി, പിന്നെ 1-ാം ചെണ്ടക്കാരനായിട്ടും ഞാനിവിടെ വന്നിട്ടുണ്ട്. അതിനെല്ലാം പ്രധാന കാരണം അനിയേട്ടൻ തന്നെയാണ്. ഞങ്ങളൊക്കെ ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അനിയേട്ടൻ. അത് മറക്കാൻ കഴിയില്ല. കാരണം ഒരുപാട് പറയാനുണ്ട്, പക്ഷെ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. ഞാൻ ഇപ്പം ശ്രീവത്സൻ പറഞ്ഞ പോലെ എനിക്ക് ശിഷ്യന്മാരുടെ പരമ്പര അത് പറഞ്ഞപ്പോൾ പറയാതിരിക്കല്ലോ. കാരണം വെച്ചാൽ ഒരുപാട് തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത്രയുണ്ട്, പറഞ്ഞില്ല, കണക്കില്ല. ഞങ്ങൾക്ക് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എല്ലാം ധാരാളമുണ്ട്. പിന്നെ ഇതേമാതിരി ആദരവാണ് ഇപ്പം എൻ്റെ ശിഷ്യന്മാർ ദുബായിലുണ്ട്. അപ്പോൾ അവരും വിളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് അടുത്ത ആഴ്ച ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അത് ശങ്കരേട്ടനൊക്കെയാണ് അതിൻ്റെ ഉദ്ഘാടനം എല്ലാം ചെയ്യുന്നത്. മേളവും തായമ്പകയും നമ്മുടെ കുട്ടികൾ തന്നെയാണ് കൊട്ടുന്നത്. അപ്പോൾ അതിലൊക്കെ സന്തോഷവാൻ തന്നെയാണ് ഞാൻ. എൻ്റെ എല്ലാ ഗുരുനാഥന്മാർക്കും ഇതിന് പ്രാപ്തനാക്കിയിട്ടുള്ള എൻ്റെ അച്ഛൻ, അമ്മ എല്ലാവർക്കും, വിശിഷ്യ ഞങ്ങളുടെ സ്ഥാപക സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സദനം കുമാരേട്ടൻ അവരുടെ പാതാരവിന്ദങ്ങളിൽ കൂടി അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. എല്ലാ വ്യക്തികൾക്കും നമസ്കാരം. അടുത്തതായി മറുമൊഴിക്കായി സദനം രാജഗോപാലിനെ ക്ഷണിച്ചോളൂ. വേദിയിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എന്നെ ഈ അവാർഡിന് അർഹനാക്കിയ മംഗലശ്ശേരി അനിയേട്ടനും രമേശൻ നമ്പീശനും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമസ്കാരം. പ്രിയമുള്ളവരെ, നമ്മുടെ സുവർണത്തിൻ്റെ 50-ാം വാർഷിക ആഘോഷ പരിപാടിയുടെ സമാപനമാണ്. ഇന്നത്തെ ഈ സമാപന സമ്മേളനത്തിന് ഔപചാരികമായി നന്ദി പറയുന്നതിന് വേണ്ടി ക്ലബിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള അഡ്വക്കേറ്റ് രാജേഷ് തമ്പാനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചോളൂ. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. വളരെ ഒരു ബുദ്ധിമുട്ട് പിടിച്ച ഒരു പരിപാടിയാണ് ഇന്ന് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 1 വർഷമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നടന്നു വരുന്ന വളരെ വളരെ തിരക്ക് പിടിച്ച ഒരു കാലമാണ് കഴിഞ്ഞു പോയത്. അതിൽ പങ്കെടുത്ത അല്ലെങ്കിൽ നമ്മളോട് സഹകരിച്ച എല്ലാവരോടും നന്ദി പറയണം എന്നുള്ള ഒരു ചുമതലയാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിന് വേണ്ടി പ്രവർത്തിച്ച, നേരിട്ടും അല്ലാതെയും പ്രവർത്തിച്ച, പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് മോറൽ സപ്പോർട്ട് നൽകിയ, പിന്തുണ നൽകിയ നിരവധി വ്യക്തികൾ തീർച്ചയായിട്ടും ഇന്നിവിടെ ഒരു വാക്ക് അവരോട് കൃതജ്ഞത രേഖപ്പെടുത്തേണ്ടതുണ്ട്. പലരെയും വിട്ടുപോകുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഉറപ്പോട് കൂടി തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഏതായാലും ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഇവിടെ സുവർണ ആഘോഷ കമ്മിറ്റി ഇത് രൂപം കൊണ്ടത് നമ്മളുടെ സംഗമം ഹാളിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ചിട്ട് അന്ന് നമ്മളുടെ MLA യും
സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ഡോക്ടർ ആർ ബിന്ദു നമ്മളോട് ഇതിൻ്റെ ചെയർപേഴ്സൺ സ്ഥാനം അലങ്കരിക്കാമെന്ന് സമ്മതിച്ചു. അവരാണ് നമ്മളുടെ ഊർജം നൽകിയത് എന്ന് തന്നെ പറയാം. ആദ്യമായി അവരോട് കഥകളി ക്ലബിൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അന്ന് അവിടെ പങ്കെടുത്ത ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള ഇരിയാലക്കുടയുടെ സാംസ്കാരിക കലാ സാഹിത്യ രാഷ്ട്രീയ രംഗത്തുള്ള നിരവധി വ്യക്തികൾ നമ്മൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. അവിടെ പലരും സന്നിഹിതരായിരുന്നു. പിന്നീട് ക്ലബിൻ്റെ പ്രവർത്തന വേളകളിൽ എല്ലാം നമ്മൾക്ക് സജീവമായി സഹകരിച്ച നിരവധി വ്യക്തികളുണ്ട്. അവരോടെല്ലാം നന്ദി പറയുന്നു. ഇന്നിവിടെ ഈ യോഗത്തിൽ സംബന്ധിച്ച പുരസ്കൃതരായിട്ടുള്ള സീനിയർ കഥകളി രംഗത്തെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന വ്യക്തികളുണ്ട്. അവരുടെ എല്ലാവരുടെയും പേര് ഞാനെടുത്ത് പറയുന്നില്ല. അവരുടെ പ്രതിനിധി എന്ന നിലയിൽ ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടി ആശാൻ മുതൽപേർ എന്നിവിടെ പുരസ്കൃതരായ എല്ലാ ആശാന്മാർക്കും കഥകളി ക്ലബിൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ ആശംസ പറയാനെത്തിയ ശ്രീവത്സൻ തീയാടി, അദ്ദേഹത്തിന് കഥകളി ക്ലബിൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഡോക്ടർ KN ഇപ്രകാരം ഒരു പരിപാടി, ബൃഹത്തായിട്ടുള്ള ഒരു പരിപാടി ഏറ്റെടുത്ത് നടത്തുമ്പോൾ അതിന് തീർച്ചയായിട്ടും ഇവിടെ രമേശൻ നമ്പീശനും അതുപോലെ തന്നെ അനിയേട്ടനൊക്കെ സൂചിപ്പിച്ചു, 50 പരിപാടി നമ്മൾ ആലോചിച്ചിട്ട് 150 പരിപാടിയിൽ പരമാണ് നമ്മൾ നടത്തിയത്. അപ്പം അതിൻ്റെ ഒരു ചിലവ്, സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ സങ്കല്പിച്ചതിൻ്റെ എത്രയോ മടങ്ങ് അപ്പുറത്തേക്ക് കയറിപ്പോയി. എന്നിരുന്നാലും ഒരു അവസരത്തിൽ നമ്മൾക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു പ്രശ്നം വരാതെ നോക്കിയത് ഇവിടുത്തെ ഉദാരമതികളായ നിരവധി വ്യക്തികൾ അല്ലെങ്കിൽ സംഘടനകൾ എല്ലാവരും ചേർന്നാണ്. അതിൽ നമ്മൾ വലിയ രീതിയിൽ നമ്മളെ സഹായിച്ചത് ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ്ബ് ആരുടെ പേരിലാണോ നമ്മൾ അത് തുടങ്ങിയത്, ഡോക്ടർ KN പിഷാരടി സ്മാരക ക്ലബ്, ഡോക്ടർ KN പിഷാരടിയുടെ കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ദൗഹിത്രർ 2 പേരും ഇവിടെ നമ്മുടെ വേദിയിലുണ്ട്. അവർ 2 പേരുടെയും മുൻകൈയിൽ ഞങ്ങൾക്ക് നൽകിയ പിന്തുണ ഒരു കാലത്ത് ഞങ്ങൾ മറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരോടുള്ള ആ കുടുംബത്തോടുള്ള ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇരിയാലക്കുടയുടെ സാംസ്കാരിക മേഖലയുടെ നിലനിൽപ്പിന് ഏറ്റവും ഊർജം നൽകുന്ന ശ്രീ T വേണുഗോപാല മേനോൻ, അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. എല്ലാ സാംസ്കാരിക സംഘടനകളും അദ്ദേഹം കൈയയച്ച് സഹായിക്കുന്നത് കൊണ്ടാണ് നിലനിൽക്കുന്നത് തന്നെ. അദ്ദേഹം ഞങ്ങളെ വീട്ടിൽ വിളിച്ച് ഞങ്ങൾക്കൊരു വിരുന്ന് തന്ന് അക്കൂട്ടത്തിലാണ് ഞങ്ങൾക്ക് സംഭാവന നൽകിയത് എന്ന് എടുത്തു പറയാതെ പറ്റില്ല. അദ്ദേഹത്തോടും ക്ലബിൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മളോട് സഹകരിച്ച പാമ്പുമേക്കാട്ട് വല്ലഭൻ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ശ്രീധരൻ നമ്പൂതിരി, അതുപോലെ സർവമംഗള ഞങ്ങളുടെ ഭരണസമിതിയിലെ അംഗം കൂടിയായിട്ടുള്ള രാജീവ് മേനോൻ നേതൃത്വം നൽകുന്ന സർവമംഗള ഞങ്ങളുടെ ഈ കഥകളി അവസാന ദിവസത്തെ കഥകളികൾ സ്പോൺസർ ചെയ്ത് നൽകിയതിൻ്റെ സന്തോഷവും അവരോടുള്ള കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. അതുപോലെ വിവിധ സംഘടനകൾ ഞങ്ങളുമായി സഹകരിച്ചിട്ടുണ്ട്. കഥകളി ക്ലബ്ബുമായിട്ട് സഹകരിച്ചത് നീലകണ്ഠൻ നമ്പീശൻ സ്മാരക സമിതി, അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണക്കുറുപ്പ് സ്മാരക സമിതി, അതുപോലെ മുദ്ര അസോസിയേഷൻ ഫോർ ആർട്സ് ആൻഡ് കൾച്ചർ, അതുപോലെ നിരവധി സ്ഥാപനങ്ങൾ നമ്മളോട് സഹകരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾക്ക് വേദി, ഇരിയാലക്കുടയെ സംബന്ധിച്ച് വേദിയുടെ ഒരു കുറവ്, ഇപ്പോൾ ഈ കലാനിലയത്തിൻ്റെ ഒരു അവസ്ഥ ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും നമ്മൾക്ക് വേദി ഒരുക്കുന്നത്, ഭംഗിയായിട്ടുള്ള വേദി ഒരുക്കുന്നതിൽ നമ്മളുമായി സഹകരിച്ചത് ക്രൈസ്റ്റ് കോളേജിൻ്റെ അധിപർ ഞങ്ങളുമായിട്ട് എത്രമാത്രം ഇഴുകിച്ചേർന്ന് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ മതിയാകില്ല. ഇന്നിപ്പോൾ ഈ 2 ദിവസത്തെ പരിപാടി പോലും നമ്മൾ അവിടെ വയ്ക്കാനാണ് ഉദ്ദേശിച്ചത്. അവിടെ ഡീസ്ട്രോണുമായി ബന്ധപ്പെട്ടുള്ള ചില ആവശ്യങ്ങൾ അവർക്കുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളിന്നിവിടെ ഈ പരിപാടി നടത്താനിടയായത്. ക്രൈസ്റ്റ് കോളേജിൻ്റെ അധികൃതരോട് കഥകളി ക്ലബിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പുതിയൊരു വേദി നമ്മൾ കണ്ടുപിടിച്ചത് ശാന്തിനികേതൻ സ്കൂളാണ്.
കലവറയില്ലാത്ത പിന്തുണയാണ് ശാന്തിനികേതൻ സ്കൂള് കഥകളി ക്ലബിന് ഈ സുവർണം പരിപാടിക്ക് നൽകിയത്. അതിൻ്റെ ഭാരവാഹികളോടും കഥകളി ക്ലബിൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ഏറ്റവും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു സ്ഥാപനമാണ് അമ്മന്നൂർ ചാച്ചൂസ് ചാക്യാർ സ്മാരക ഗുരുകുലം. അവരുടെ സാധാരണ അവരുടെ 10-12 ദിവസത്തെ ഫെസ്റ്റിവൽ നടക്കുന്നത് ജാനുവരി 1 മുതൽ 12 വരെയാണ്. അപ്പോൾ കഥകളി ക്ലബിന് ഈ ശനി ഞായറും പരിപാടി തീർച്ചയായിട്ടും കഥകളി ക്ലബിൻ്റേത് മാത്രമായിട്ട് നടത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, പരസ്പരം ക്ലാഷ് വരരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതിൻ്റെ ഭാരവാഹികളെ സമീപിച്ചു. അപ്പോൾ 2 ദിവസം മുൻപ് അവരുടെ പരിപാടി നടത്താനായിട്ട് സമ്മതിച്ച് തുടങ്ങി. ഞങ്ങളോടൊപ്പം സഹകരിച്ചു. എല്ലാ ദിവസവും അവരുടെ പരിപാടിയും കഥകളി ക്ലബിൻ്റെ സുവർണം പരിപാടിയും ചേർന്നുകൊണ്ട് നടത്താനുള്ള അവർ കാട്ടിയ മനസ്സിൻ്റെ വലിപ്പം ഞങ്ങൾ സ്മരിക്കുന്നു. അതുപോലെ തന്നെ ആ പരിപാടിയിൽ നള കഥ ആസ്പദമാക്കി കഥകൾ അവതരിപ്പിക്കാൻ, കൂടിയാട്ടം അവതരിപ്പിക്കാൻ, നങ്ങ്യാർകൂത്ത് അവതരിപ്പിക്കാൻ ഒക്കെ അവിടുത്തെ അധ്യാപകരും ജീവനക്കാരും സഹകരിച്ചതിൽ കഥകളി ക്ലബിൻ്റെ ഹൃദയംഗമമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി പേർ, ഇപ്പോൾ രജനീഷ് ചാക്യാർ, സൂരജ് നമ്പ്യാർ, അതുമാതിരി തന്നെ കപില, അങ്ങനെ നിരവധി, ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, അങ്ങനെ നിരവധി പേർ അവരുടെ സ്വന്തം സമയവും അവരുടെ റിസോഴ്സസും ഈ പറയുന്ന ആവശ്യത്തിന് നളകഥയെ ആസ്പദമാക്കിയിട്ടുള്ള നിലവിലുള്ളതും പുതുതുമായിട്ടുള്ള പല പരിപാടികൾ ആസൂത്രണം ചെയ്ത്, അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ഒരു മെയ്ക്ക് പുതുതായിട്ട് നിർമ്മാണം നടത്തി അവതരിപ്പിക്കാൻ വേണ്ട ഒരു സന്നദ്ധത കാണിച്ചു. അവരുടെ ഊർജവും സമയവും ധനവും അതിനുവേണ്ടി ധാരാളം ചെലവഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നിവിടെ അവതരിപ്പിച്ച 2 നൃത്ത പരിപാടികൾ നടത്തിയ കലാകാരന്മാർ, പ്രഭാഷണങ്ങൾ, നമ്മളുടെ ഈ ചിത്രൻ എന്ന് പറയുന്ന ചിത്രൻ ഫ്രെയിംസ് ഇവിടെ നമ്മൾക്ക് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതൊരു എന്താ പറയുക, ഏറ്റവും വലിയ ശേഖരം, ഏറ്റവും വലിയ നിധിയായിട്ട് കഥകളി ക്ലബ്ബ് കരുതുന്നതെന്ന് ഈ വർഷത്തെ പരിപാടികൾ ഇവിടെ മുഴുവൻ ഡോക്യുമെൻ്റ് ചെയ്യുന്ന ശ്രീ ചിത്രൻ്റെ എഫർട്ടിനെയാണ്. ചിത്രൻ ഒരു തീരെ ശ്രദ്ധിക്കപ്പെടാതെ, ആരും ഒരു ശ്രദ്ധയും അദ്ദേഹം ആവശ്യപ്പെടാതെ ഭക്ഷണം പോലും കഴിക്കുന്നത് നമ്മൾ കാണില്ല. ആ സമയം അതുപോലെ പ്രവർത്തിച്ച, ഞങ്ങളോട് അർപ്പണബോധത്തോടെ ഞങ്ങൾക്ക് പിന്തുണ നൽകിയ ശ്രീ ചിത്രൻ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കലാകാരന്മാരെ, അവർക്ക് പിന്തുണ നൽകിയ വ്യക്തികൾ എല്ലാവരെയും കഥകളി ക്ലബ്ബ് കൃതജ്ഞത അറിയിക്കുന്നു. അതുപോലെ വെളിച്ചവും അതുപോലെ തന്നെ സൗണ്ടും ശബ്ദവും നൽകിയത് നമ്മളുടെ എക്കാലത്തെയും എന്താ പറയുക, അതിൻ്റെ പ്രവർത്തന പങ്കാളിയായിട്ടുള്ള പ്രഭാ സൗണ്ടാണ്. ശ്രീ ജയൻ ചേട്ടൻ്റെ നിസ്സീമമായിട്ടുള്ള സഹകരണം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നേരത്തെ ചിത്രനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരക്ഷരം ആരോടും മിണ്ടാത്ത ശ്രീ ആനന്ദേട്ടൻ, അതുപോലെ തന്നെ സിഞ്ചോ, ഇവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്മരിക്കുന്നു, അവരോടുള്ള കൃതജ്ഞത അറിയിക്കുന്നു. ഈ പരിപാടികളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഏറ്റവും എന്താ പറയുക, ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഉള്ളൊരു കാര്യം, ഇന്നത്തെ ഭക്ഷണം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇന്ന് പുട്ടും ഉള്ളിത്തീയലും മറ്റെയാണ് ഇന്നിവിടെ രാത്രി ഭക്ഷണം. അങ്ങനെ എനിക്കത് വലിയ താല്പര്യമില്ല, പക്ഷെ പലർക്കും താല്പര്യമുള്ള ഭക്ഷണങ്ങളാണ്. എല്ലാവരുടെയും രസനകളെ ചൊടിപ്പിക്കുന്ന വിഭവങ്ങൾ കൊണ്ടാണ് കഥകളി ക്ലബിൻ്റെ പരിപാടികൾ എന്നും നടക്കുന്നത്. അതിനു വേണ്ടിയിട്ട് മുൻകൈയെടുത്തത് നമ്മളുടെ ക്ലബിൻ്റെ ഭാരവാഹി കൂടിയായിട്ടുള്ള ശ്രീ പ്രദീപ് നമ്പീശനാണ്. പക്ഷേ അതിനുവേണ്ടി ഫുഡ് പ്രൊവൈഡ് ചെയ്ത്, നല്ല രുചികരമായ ഭക്ഷണം പ്രൊവൈഡ് ചെയ്തതും അവിടെ വിളമ്പാനും എല്ലാ തരത്തിലും നമ്മളോടും സഹകരിച്ച സ്വാമീസ് കേറ്ററിംഗ്, അതിൻ്റെ ഉദയനോടും ജയകൃഷ്ണനോടും അവരുടെ ജീവനക്കാരോടുമുള്ള കഥകളി ക്ലബിൻ്റെ ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മളുടെ ഇന്നത്തെ സോഷ്യൽ മീഡിയയാണ് ശരിക്കും ഈ പറഞ്ഞ പരിപാടികളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മളിപ്പോൾ ഈ നോട്ടീസ് അടിക്കുന്നതൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അടിച്ചാൽ തന്നെ അത് ആൾക്കാരുടെ അടുത്ത് എത്തുന്നതും വലിയ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി ഈ പറയുന്ന അതിൻ്റെ പ്രചരണം നടത്തുന്നതിന് വേണ്ട എല്ലാ സാമഗ്രികളും, അതിൻ്റെ എന്താ പറയുക, ഫ്ലയേഴ്സ്, അതുമാതിരി തന്നെ നോട്ടീസസ് എല്ലാം നമ്മൾക്ക് വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ പ്രചരിപ്പിക്കാനും, അതുപോലെ തന്നെ അത് ഹാർഡ് കോപ്പിയായിട്ട് നമുക്ക് തരാനുമൊക്കെ നമ്മളുമായി സഹകരിച്ചത് ധീരജ് മംഗലശ്ശേരി എന്ന് പറയുന്ന ഞങ്ങളുടെ
അനിയേട്ടൻ്റെ ബന്ധു കൂടിയായിട്ടുള്ള കുഞ്ഞനുജനാണ്. അദ്ദേഹത്തോട് കഥകളി ക്ലബിൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ കഥകളി ക്ലബിന് 50 വർഷം കൊണ്ട് നടക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കാൻ അവസരം നൽകിയത് ഇതിൻ്റെ മുൻ ഭരണസമിതി അംഗങ്ങളാണ്. അതിൻ്റെ തുടക്കക്കാർ മുതൽ എൻ്റെ മുത്തച്ഛനാണ് അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. അതുമുതൽ ഇന്ന് വരെ കഥകളി ക്ലബിൻ്റെ, എനിക്ക് ശബ്ദടറുണ്ട്, ഭാരവാഹികളായിരുന്ന അല്ലെങ്കിൽ അതിൻ്റെ അംഗങ്ങളായി കഥകളി ക്ലബിനെ ഇത്രത്തോളം കൊണ്ടു നടന്ന എല്ലാവരോടും ക്ലബിൻ്റെ കൃതജ്ഞത അറിയിക്കുന്നു. പിന്നെ ഒരുവിധം ആൾക്കാരെയൊക്കെ ഞാൻ കവർ ചെയ്തു തോന്നുന്നു. നിരവധി കലാകാരന്മാർ നമ്മൾ വിളിച്ചപ്പോൾ ഒക്കെ അവരുടെ വളരെ ചെറിയ സംഖ്യയ്ക്ക് തന്നെ ഇവിടെ വന്ന് സഹകരിച്ചിട്ടുണ്ട്. അവരുടെ സമയം കഥകളി ക്ലബിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിനെല്ലാം പുറമെ ഇതിൽ ഈ പരിപാടികൾ വിജയം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി ആലോചിച്ച് ഇങ്ങനെ ഒരു പരിപാടി നടത്താമെന്ന് നമ്മൾക്ക് ഒരു ഉറപ്പ് തോന്നിയത് തീർച്ചയായിട്ടും ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. അനിയൻ മംഗലശ്ശേരി, അദ്ദേഹം ഇരിങ്ങാലക്കുടയിൽ മാത്രമല്ല കേരളത്തിലെ കഥകളി ലോകം ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് നമ്മളെ നയിക്കുന്നത് എന്നുള്ളൊരു ബോധമാണ് കഥകളി ക്ലബിലെ ഞങ്ങൾ ഭരണസമിതി അംഗങ്ങൾക്ക് ഇതിൻ്റെ പിന്നിൽ ഉറച്ചു നിൽക്കാനുള്ള പ്രാപ്തി നൽകിയത്. അദ്ദേഹത്തെ ഔപചാരികതയുടെ പേരിൽ മാത്രമല്ല, അദ്ദേഹത്തോട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇതെല്ലാം പ്രാവർത്തികമാക്കുന്ന സെക്രട്ടറി എന്നാൽ ശരിക്കും ഇതിൻ്റെ ഭരണസമിതിയുടെ പരിപാടികൾ നടപ്പിലാക്കുന്ന വ്യക്തി. അത് ഏകപക്ഷീയമായിട്ട് തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് പലപ്പോഴും. അതിൽ ഞങ്ങളിൽ ചിലർക്ക് പോലും ചില പ്രതിഷേധങ്ങളുണ്ട്. പലതും നമ്മളറിയാതെ തന്നെ എല്ലാ ഭാരവും സ്വയം ഏറ്റെടുത്ത് അതിൻ്റെ പ്രഷർ മുഴുവൻ താങ്ങി അത് മുഴുവൻ പ്രാവർത്തികമാക്കിയത് രമേശൻ നമ്പീശൻ എന്ന ഞങ്ങളുടെ സെക്രട്ടറിയാണ്. രമേശനോട് ഞങ്ങൾ കഥകളി ക്ലബിലെ ബാക്കി അംഗങ്ങളും മറ്റ് ഭരണസമിതി അംഗങ്ങളും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഞങ്ങൾക്കൊരു ഊർജ്ജസ്വലനായിട്ടുള്ളൊരു ട്രഷററുണ്ട്. അദ്ദേഹം അധികമൊന്നും വിസിബിളായിട്ടുള്ളൊരു വ്യക്തിയല്ല. അദ്ദേഹത്തിൻ്റെ അവിടെ ഇരുന്ന് പൈസ എണ്ണുന്നതിൻ്റെ ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ ഞാനൊരു കൗതുകത്തിന് വേണ്ടി എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ശ്രീ PN ശ്രീരാമൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ട്രഷറർ വളരെ കൃതഹസ്തതയോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ചുമതല നിർവഹിക്കും. അദ്ദേഹത്തിനും കഥകളി ക്ലബിലെ മറ്റ് ഭാരവാഹികളും അംഗങ്ങളുടെയും പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ ഞാനാണ്, ഒരാൾ AS സതീശേട്ടനാണ്. സതീശേട്ടൻ ഇവിടെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ നമ്മുടെ മുൻപ് ചന്ദ്രേട്ടൻ ഉണ്ടായിരുന്ന മാതിരി കസേര ഇടുന്നത് തൊട്ട് പന്തൽ പണിയുടെ അതിൻ്റെ എല്ലാത്തിൻ്റെയും സൂപ്പർവിഷൻ നടത്തി അവസാനം എല്ലാവരെയും പിരിച്ചുവിട്ടിട്ട് അദ്ദേഹം പോവുകയുള്ളൂ. ഇന്നലെ വൈകിട്ട് തന്നെ ചെറിയൊരു ഭക്ഷണത്തിൻ്റെ കുറവ്, ഒരു പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം സ്കൂട്ടർ എടുത്ത് പോയി. രാത്രി 12 മണിക്ക് അദ്ദേഹം ഭക്ഷണം മേടിച്ച് വരികയുണ്ടായി. സതീശേട്ടൻ്റെ പ്രവർത്തനങ്ങളെ എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല. അദ്ദേഹത്തിനെയും കഥകളി ക്ലബിൻ്റെ മറ്റ് അംഗങ്ങൾ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച സർവമംഗളയുടെ രാജീവ് മേനോൻ ഞങ്ങളുടെ കരുത്താണ്. അദ്ദേഹം ഞങ്ങളുടെ ഭരണസമിതിയിലെ അംഗമാണ്. അദ്ദേഹത്തോടും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ അതുപോലെ തന്നെ നിരവധി എടുത്തു പറയേണ്ട വ്യക്തികളാണ് ഇപ്പോൾ കഥകളി ക്ലബിൻ്റെ ഭാരവാഹിത്വത്തിലുള്ളത്. അതാണ് നമ്മളുടെ ധൈര്യം. ഈ നാഷണൽ സ്കൂളിലെ എത്രയോ കാലം ഓഫീസിൻ്റെ നേതൃത്വം വഹിച്ചിരുന്ന PS ജയശങ്കർ നമ്മളോടൊപ്പമുണ്ട്. എല്ലാ തരത്തിലും അദ്ദേഹം സഹകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംഗീത രംഗത്ത് ഒരു ധാരാളം അറിവുകളും ജ്ഞാനവുമുള്ള A സംഗമേശൻ നമ്മളോടൊപ്പമുണ്ട്. P അപ്പു എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രായം കൂടിയ സുഹൃത്ത് ഞങ്ങളോടൊപ്പമുണ്ട്. അതുപോലെ തന്നെ TN കൃഷ്ണദാസ് എന്ന ഊർജ്ജസ്വലനായിട്ടുള്ള പുതിയ ഭരണസമിതി അംഗമുണ്ട്. റഷീദ് കാർളം എന്ന ഇരിങ്ങാലക്കുടയിലെ സകല സാംസ്കാരിക സംഘടനകളുടെയും ഊർജ്ജ സ്രോതസ്സായിട്ടുള്ള റഷീദ് കാർളം കഥകളി ക്ലബിനൊപ്പമുണ്ട്. ചെറുപ്പക്കാരനായിട്ടുള്ള വിനോദ് വാര്യർ നമ്മളോടൊപ്പമുണ്ട്. അങ്ങനെ ഒരു സജീവമായിട്ടുള്ള ഒരു കഥകളി ക്ലബ്ബാണ്, ഭരണസമിതിയാണ് ഇന്നിവിടെ ഉള്ളത്. അതുപോലെ തന്നെ മനീഷ് വർഗീസ് എന്ന് പറയുന്ന വ്യവസായി, എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയായിട്ടുള്ള അദ്ദേഹം വളരെ ഈ കലാകാരന്മാർക്ക് ആരും അറിയാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈ കൊടുക്കുന്നത് മറുകൈ അറിയരുത് എന്നുള്ള പോലെ അദ്ദേഹം മറ്റേ സംഭാവനകളും അതുപോലെ തന്നെ
മാസം പെൻഷൻ പോലും കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെയും സഹകരണത്തെ കഥകളി ക്ലബ്ബ് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ പണമുണ്ടാക്കുന്നതിൽ വലിയൊരു സഹായം ചെയ്തത് ഇത്തവണ ഞങ്ങളുടെ ഏറ്റവും പുതിയ അംഗമായിട്ടുള്ള ശ്രീ രാമസ്വാമിയാണ്. അദ്ദേഹത്തിന് നിങ്ങൾ തീരെ കണ്ടിട്ടുണ്ടാവില്ല, അദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും. പക്ഷേ ലക്ഷക്കണക്കിന് രൂപ തന്നെ ഇവിടെ പിരിച്ച് ഞങ്ങൾക്ക് എത്തിച്ചു തന്ന് ഞങ്ങളുടെ ഈ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ശ്രീ രാമസ്വാമി, അദ്ദേഹത്തിൻ്റെ 70-ാം പിറന്നാൾ ഈ കഴിഞ്ഞ 5-ാം തീയതി നമ്മളിവിടെ ഗുരുകുലത്തിൽ വെച്ചിട്ട് ചെറിയ തോതിൽ ആഘോഷിക്കുകയുണ്ടായി. അദ്ദേഹത്തിനോടുമുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇവിടെ എല്ലാ പരിപാടിക്കും ഞാനിപ്പോൾ ഈ രാമൻ നമ്പീശിൻ്റെയൊക്കെ പേരെടുത്ത് പറയേണ്ടത്, ഒരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്ത തലേദിവസം ഞാൻ അമ്പലത്തിൽ നടക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹം എന്നോട് ചോദിക്കും, നാളെയല്ലേ പരിപാടി? അദ്ദേഹം ഇവിടെ ഉണ്ടാവും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഏത് വേദിയിലാണെങ്കിലും അദ്ദേഹം ഉണ്ടാവും. അതുപോലെ നിരവധി വ്യക്തികൾ, നിങ്ങളിൽ പലരും, നമ്മളുടെ പ്രേക്ഷകർ ആണ് ശരിക്ക് കഥകളി ക്ലബിൻ്റെ ശക്തി. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഈ കാലഘട്ടത്തിലും ശുഷ്കമായിട്ടുള്ള സദസ്സുകളെ ഉണ്ടായിട്ടുള്ളൂ. എന്നിരുന്നാലും നിരവധി പരിപാടികളും മറ്റ് പ്രശ്നങ്ങളും മാറ്റിവെച്ച കഥകളി ക്ലബിനോട് സഹകരിച്ച നിങ്ങൾ ഓരോരുത്തരോടും, ഇനി ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് അറിയില്ല, ഇതിലും കൂടുതൽ നന്ദി പറയാനില്ല. ആരോടെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം തെറ്റാണ്. കഥകളി ക്ലബിന് വേണ്ടിയിട്ട് ഓരോരുത്തരോടും ഈ സംരംഭത്തിൽ സഹകരിച്ച, അതുപോലെ തന്നെ പന്തൽ പണിയുടെ കാര്യം ഞാൻ മറന്നുപോയി. പന്തൽ പണിക്ക് വേണ്ടി നമ്മളോട് സഹകരിച്ചിട്ടുള്ള ശ്രീ ഉണ്ണികൃഷ്ണൻ, കാര്യകുളങ്ങരാണെന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥലം തോന്നുന്നു. അദ്ദേഹം ഏത് അർദ്ധരാത്രി വന്നാലും നമ്മൾക്ക് വേണ്ടിയിട്ട് പന്തലും അതുപോലെ തന്നെ സ്റ്റേജ് സെറ്റിങ്സും ഒക്കെ ചെയ്തു തന്നിട്ടുണ്ട്. അദ്ദേഹത്തോടുമുള്ള നിസ്സീമമായിട്ടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. കഥകളി ക്ലബിൻ്റെ അംഗങ്ങൾ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ്, നമ്മളെപ്പോൾ ഒരു കോൾ ആവശ്യപ്പെട്ടാലും നമ്മൾക്ക് സാമ്പത്തിക സഹായവും മറ്റു തരത്തിലുള്ള സഹകരണവും നടത്തിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. കഥകളി ക്ലബിൻ്റെ 50-ാം വാർഷികത്തിൻ്റെ സമാപന സമ്മേളനം അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.